ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രാർത്ഥനയാ ലോകത്തെ സ്പർശിക്കുക. ഈ പരിത്യാഗ പ്രാർത്ഥന ശുശ്രൂഷയുടെ 54-ാം ദിനത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഒത്തിരിയേറെ സ്നേഹത്തോടെ നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ 53 ദിനങ്ങളിൽ നമ്മുടെ കർത്താവ് വളരെ വിശ്വസ്തയോടെ ഈ ശുശ്രൂഷയെ പരിപാലിച്ചു. ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുമാറ് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടായി. സ്വർഗത്തിൻ്റെ പ്രവചന സന്ദേശങ്ങൾ മുഴങ്ങി. അനേകം ജീവിതങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു. ഒരുപാട് കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് തൻ്റെ നിറസാന്നിധ്യത്താൽ അഭിഷേകം ചെയ്തു. ദേശങ്ങൾ ഉണർത്തി. സമർപ്പിത സമൂഹങ്ങളെ കൃപയാൽ ആത്മാവ് ഉജ്ജ്വലിപ്പിച്ചു. ഇതിനെല്ലാം ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ 54-ാം ദിനത്തിൽ രഹസ്യത്തിൽ നുഴഞ്ഞു കയറി നശിപ്പിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ചിലരെങ്കിലും വിചാരിക്കും ഇതെന്താണ് ഈ സംഗതി എന്ന്. ഇത് വളരെ പ്രാധാന്യമുള്ള, വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട വലിയൊരു വിഷയമാണിത്. പ്രിയപ്പെട്ടവരെ, സഭയെ നശിപ്പിക്കാൻ കർത്താവിൻ്റെ കുടുംബങ്ങളെ, കർത്താവിൻ്റെ കൂട്ടായ്മകളെ, മിനിസ്ട്രികളെ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ, നമ്മുടെ ആത്മീയ സംവിധാനങ്ങളെ, ദേശങ്ങളെ, എന്തിനേറെ ലോകരാജ്യങ്ങളെ, ഭൂഖണ്ഡങ്ങളെ ഒക്കെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ, താറുമാറാക്കാൻ, ഛിന്ന ഭിന്നമാക്കാൻ, അവിടെ ഭിന്നത വിതച്ച്, സ്നേഹം നഷ്ടപ്പെടുത്തി, അനൈക്യവും വിഭാഗിതയും സൃഷ്ടിച്ച് തങ്ങളുടെ ലക്ഷ്യങ്ങൾ, തങ്ങളുടെ ടാർഗറ്റുകൾ നടപ്പിലാക്കാൻ ഇതുപോലെ തിന്മയാൽ സ്വാധീനിക്കപ്പെട്ട അനേകം ആത്മാക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. അണ്ടർ കവർ ഏജൻസ് രഹസ്യത്തിൽ നുഴഞ്ഞു കയറി അവരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും നിർവഹിച്ച്, അത് വ്യക്തിയാകാം, കുടുംബമാകാം, സമൂഹമാകാം, മിനിസ്ട്രികളാകാം, ദേശമാകാം, രാജ്യമാകാം, സഭയാകാം, അതിനെ തകർത്ത് കളയാം, അതിനെ ക്ഷയിപ്പിച്ച് കളയാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെ വലിയൊരു വേദനയാണ് ഇത്തരത്തിലുള്ള ആത്മാക്കൾ. സ്വർഗം തേങ്ങുകയാണ്. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം തിരിച്ചറിഞ്ഞ് നമ്മൾ ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് സഭയോട് പറയുന്നുണ്ട്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാം വചനത്തിൽ ശ്ലീഹ പറയാണ്, ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുവാൻ ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നമ്മൾ ഇന്ന് നയിക്കപ്പെടേണ്ടത് കർത്താവിൻ്റെ ആലോചനകളാലാണ്. സഭ വളരേണ്ടത്, കുടുംബങ്ങൾ വളരേണ്ടത്, നമ്മുടെ ആത്മീയ കൂട്ടായ്മകൾ വളർത്തപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ആലോചനയിലാണ്, കർത്താവിന്റെ ആലോചനകളാലാണ്. കർത്താവിന്റെ ആലോചന ഇല്ലെങ്കിൽ അവിടെ പിശാച് നുഴഞ്ഞു കയറും, തിന്മ നുഴഞ്ഞു കയറും, അണ്ടർ കവർ ഏജൻസ് നുഴഞ്ഞു കയറും. തൻ്റെ ഇഷ്ട നിർവഹണത്തിനായി സാത്താൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ചില വ്യക്തികളിലൂടെ അവിടെ അതിഭയാനകമായ നഷ്ടങ്ങളും നാശങ്ങളും തകർച്ചകളും സംഭവിക്കും. കർത്താവിന്റെ ആലോചനയ്ക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ ആലോചനകൾക്ക് വേണ്ടി നമ്മൾ ദാഹാർത്തരായി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ ആലോചന നൽകണമേ. കർത്താവിന്റെ മനസ്സറിയുവാൻ, കർത്താവിന്റെ തിരികിതം അറിയാൻ, കർത്താവിന്റെ ചിന്തകൾ ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. വീണ്ടും സക്രിയ പ്രവചനം 4:6 ദൈവത്തിന് തിരുവെഴുത്ത് പറയുകയാണ്, സൈന്യബലത്താലുമല്ല, കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷകൾ മുന്നോട്ട് പോകേണ്ടത് യേശു നാമത്തിലുള്ള ഏതൊരു ശുശ്രൂഷയും, ഏതൊരു മുന്നേറ്റവും, ഏതൊരു പ്രസ്ഥാനവും വളരേണ്ടതും നയിക്കപ്പെടേണ്ടതും നിയന്ത്രിക്കപ്പെടേണ്ടതും മസിൽ പവർ കൊണ്ടല്ല, ബ്രെയിൻ പവർ കൊണ്ടല്ല, സെക്യുലർ പവർ കൊണ്ടല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്, പരിശുദ്ധാത്മാവിന്റെ കൃപയിലാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലാണ്. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ ആത്മശക്തി എവിടെയുണ്ടോ അവിടെ തിന്മ പ്രബലപ്പെടുകയില്ല. പരിശുദ്ധാത്മശക്തി എവിടെയുണ്ടോ അവിടെ സാത്താൻ വാഴുകയില്ല. പരിശുദ്ധാത്മശക്തി എവിടെയുണ്ടോ അവിടെ വളർച്ചയുണ്ട്, അവിടെ വിടുതലുണ്ട്, അവിടെ കൃപയുണ്ട്, അഭിഷേകമുണ്ട്. ഇരു കരങ്ങളും ഉയർത്തി നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ
ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, നമ്മുടെ സഭയിൽ, സഭാ സമൂഹങ്ങളിൽ പരിശുദ്ധാത്മ തീ പടരാൻ, പരിശുദ്ധാത്മ കാറ്റടിക്കാൻ, പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടാൻ, പരിശുദ്ധാത്മ അഭിഷേകം നിറഞ്ഞൊഴുകാൻ ഇരു കരങ്ങളും ഉയർത്തി അതരം തുറന്ന് ഒരു മനസ്സോട് ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്. സ്നേഹത്തോടെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് ഒരു 3 പ്രാവശ്യം വിളിച്ച്, പരിശുദ്ധാത്മാവേ, 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 വരണമേ, വരണമേ, സഭാ സമൂഹങ്ങളിലേക്ക് വരണമേ, കർത്താവിന്റെ കുടുംബങ്ങളിലേക്ക് വരണമേ, ലോകരാജ്യങ്ങളിലേക്ക് വരണമേ, ദേശദേശാന്തരങ്ങളിൽ വരണമേ. പാപത്തിന്റെ കെട്ടുകള്, തിന്മയുടെ ബന്ധനങ്ങള്, പൈശാചികാധിപത്യങ്ങള്, നാരകീയ പോരുകള് പരിശുദ്ധാത്മ ശക്തിയാൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഒരുമിച്ച് കരമടിച്ച് സ്നേഹത്തോടെ പാടുകയാണ്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. ലോകം മുഴുവനിലും, തിരുസഭ മുഴുവനിലും പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്ന് വേല ചെയ്യില്ല. ഒരുമിച്ച് പാടുന്നു. കർത്താവേ, അരൂപിയെ വർഷിക്കണമേ, ജ്ഞാനം നൽകണമേ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. പരിശുദ്ധാത്മാവേ, സമൂഹങ്ങൾ ഉണർത്തണമേ, സഭാമക്കൾ ഉണർത്തണമേ. ആത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി വിളിച്ച്, സ്നേഹത്തോടെ വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച്, പരിശുദ്ധാത്മാവിനെ വിളിച്ച്, ആത്മാവിന്റെ ശക്തി സഭയിൽ പ്രബലപ്പെടട്ടെ. പരിശുദ്ധാത്മ ശക്തി കുടുംബങ്ങളിൽ പ്രബലപ്പെടട്ടെ. പരിശുദ്ധാത്മ ശക്തി നമ്മുടെ കൂട്ടായ്മകളിൽ ശക്തിപ്പെടട്ടെ. പരിശുദ്ധാത്മ ശക്തി നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മ ശക്തി ലോകരാജ്യങ്ങളിൽ കത്തി പടരട്ടെ. സ്നേഹത്തോടെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, ദൈവത്തിന്റെ തീയേ, കത്തുക, കത്തുക, കത്തി പടരുക. ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ. റൂഹാ വിയ റീഹാ ലാഭ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. അമ്മ മാതാവേ, ഈ 54-ാം ദിനത്തിൽ എല്ലാ ശുശ്രൂഷകളെയും അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, ശത്രുവിൻ്റെ തന്ത്രങ്ങൾ, അവൻ്റെ ചതികൾ, വഞ്ചനകളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിലും അറിവിലും ഗ്രഹിക്കുവാൻ അമ്മ മാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. സ്നേഹത്തോടെ പറഞ്ഞേ ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. ഈ 54-ാം ദിനത്തിലെ ഈ പരിത്യാഗ ശുശ്രൂഷയിൽ നമ്മൾ ഇന്ന് പ്രത്യേകമായി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് രഹസ്യമായി നുഴഞ്ഞു കയറി നശിപ്പിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയാണ്. നമ്മളൊരു കാര്യം തിരിച്ചറിയണം. ഇന്ന് അനേകം കുടുംബങ്ങൾ നശിച്ചതിൻ്റെ കാരണം, ഇന്ന് അനേകം കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾക്ക് കാരണം, പല വ്യക്തികളും കർത്താവിൻ്റെ കൃപയിൽ നിന്ന്, അഭിഷേകത്തിൽ നഷ്ടപ്പെട്ടു പോയതിൻ്റെ കാരണം, പല മിനിസ്ട്രികളും താറുമാറായി പോയതിൻ്റെ കാരണം, സഭാ സമൂഹങ്ങളിൽ സ്നേഹം നഷ്ടപ്പെട്ട് ഭിന്നതയും അനൈക്യവും വിഭാഗ്യതയും മത്സര്യവും താൻ പോരുമയെല്ലാം ഇന്ന് പ്രകടമായി വെളിപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ രഹസ്യത്തിൽ നുഴഞ്ഞു കയറി പ്രവർത്തിക്കുന്ന ചില
തിന്മയുടെ ശക്തികളാണ്. ഇതിൻ്റെ പുറകിൽ തികച്ചും പിശാചാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം 15-ാം വചനത്തിൽ തിരുവെഴുത്ത് പറയുന്നു, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. ആത്മീയ മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ള, പരിശുദ്ധാത്മ അഭിഷേകമുള്ള ഒരു ദൈവ പൈതൽ എല്ലാ കാര്യങ്ങളും ആത്മാവിൽ വിവേചിച്ചറിയുന്നു. സാഹചര്യങ്ങളെ വിവേചിക്കുന്നു, സംഭവങ്ങളെ വിവേചിക്കുന്നു, വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ വിവേചിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയും, ആത്മീയ മനുഷ്യൻ സകല കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മ നൽകുന്ന വിവേചനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ജീവനുള്ള അഭിഷേകമാണ്. ഇതില്ലെങ്കിൽ നമുക്ക് വിവേചിക്കാൻ പറ്റത്തില്ല. വ്യക്തികളെ വിവേചിക്കാൻ പറ്റത്തില്ല, ആത്മാക്കളെ വിവേചിക്കാൻ പറ്റത്തില്ല, സംഭവങ്ങളെ സാഹചര്യങ്ങളെ വിവേചിച്ചറിയാൻ പറ്റത്തില്ല. അതിനാൽ ദൈവമക്കളെ, ഈ വിവേചനത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ തീഷ്ണതയോടെ നാളുകളിൽ പ്രാർത്ഥിക്കണം. ഇതിനോട് ബന്ധപ്പെട്ടാണ് വചനം പറയുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 1-ാം വചനത്തിൽ വളരെ ശക്തമായ ഭാഷയിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ സഭയോട് പറയാ, പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിക്കണം, ആത്മാക്കളെ വിവേചിക്കണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ യോഹന്നാൻ കർത്താവിൻ്റെ സഭയോട് പറയുകയാണ്. ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഈ കാലഘട്ടം കാലം അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിശാച് തൻ്റെ ശക്തിയോടെ ലോകം മുഴുവനിലും തിന്മയും പാപവും അശുദ്ധിയും നിറച്ച് അസംഖ്യം ആത്മാക്കളെ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ വീറോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം. വചനം പറയുന്നില്ലേ, ലോകം മുഴുവൻ ദുഷ്ടന്റെ സ്വാധീന വലയത്തിലാണ്. ഇങ്ങനൊരു കാലഘട്ടത്തില് നമ്മൾ പാപത്തിൽ വീണുപോകാൻ, കൃപ നഷ്ടപ്പെട്ടു പോകാൻ, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുവാൻ, നമ്മൾ വ്യതിചലിച്ചു പോകാൻ, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകാൻ, നമ്മുടെ വിശുദ്ധ ജീവിതം താറുമാറാകാൻ, നമ്മുടെ വിശ്വാസ ജീവിതം മങ്ങിപ്പോകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള ഈ സാധ്യതകളിൽ പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങൾ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. നിങ്ങൾ ഓരോത്മാവിനെ വിവേചിക്കണം, സാഹചര്യങ്ങളെ വിവേചിക്കണം, നിങ്ങൾ സംഭവങ്ങളെ വിവേചിക്കണം. എന്താ കാര്യം? കാരണം രഹസ്യത്തിൽ ചില ദുഷ്ട മനുഷ്യർ സഭയ്ക്കുള്ളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ആത്മീയ കൂട്ടായ്മകളിലും നമ്മുടെ സഭാ സമൂഹങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലപ്പോഴും ഇന്ന് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പലർക്കും അതിനെക്കുറിച്ച് അറിവില്ല, പലർക്കും അതിനെക്കുറിച്ച് അജ്ഞതയാണ്. ഇതിനെക്കുറിച്ച് എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? യൂദാസിലേത് ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വചനം എടുക്കാം. പണ്ടു തന്നെ ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചില ദുഷ്ടമനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറിക്കൂടിയിട്ടുണ്ട്. എല്ലാ സഹോദരി സഹോദരങ്ങളും ഈ വചനം ശ്രദ്ധയോടെ നോക്കണം. പണ്ടു തന്നെ ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവരെ, നിത്യ നരകത്തിന് അർഹരായിട്ടുള്ള ചില ദുഷ്ടമനുഷ്യരെ നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്താ ദുഷ്ട മനുഷ്യർ എന്ന് പറഞ്ഞാൽ? അനുതാപമില്ലാത്ത, മാനസാന്തരമില്ലാത്ത, കൃപ നഷ്ടപ്പെട്ടു പോയ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയ, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ, ഹൃദയ കാഠിന്യം ബാധിച്ച ദുഷ്ടരായ മനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറി കൂടിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവർ എങ്ങനെയാ കയറി കൂടിയിരിക്കുന്നത്? എങ്ങനെയാണ് ഇവർക്ക് എൻട്രി കിട്ടിയത്? ഇവർക്ക് എങ്ങനെ എൻട്രി കിട്ടിയത്? ഈ ദുഷ്ട മനുഷ്യർക്ക് സഭയ്ക്കുള്ളിലാകട്ടെ, കർത്താവിൻ്റെ മിനിസ്ട്രികൾക്കുള്ളിലാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിലാകട്ടെ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലേക്കാകട്ടെ, അത് രാജ്യങ്ങളിലേക്കാകട്ടെ,
ഭൂഖണ്ഡങ്ങളിലേക്കാകട്ടെ, ഇന്ന് നമ്മൾ എല്ലാ തലങ്ങളിലും കാണാൻ പറ്റും. നമുക്കറിയാം 2001 സെപ്റ്റംബർ 11 അൽ ഖ്വയ്ദ എന്ന് പറയുന്ന ആ ഭീകര പ്രസ്ഥാനം അമേരിക്ക ലോകം നെട്ടിവിറച്ച ദിവസമായിരുന്നത്. അമേരിക്കയുടെ പെന്റഗണും ട്രേഡ് സെന്ററൊക്കെ തകർന്ന് തരിപ്പണമായി. അവർ ആരും അറിയാതെ അവരത് പ്ലാൻ ചെയ്യുകയാണ്. ഭീകര പ്രവർത്തകരെ വിമാനത്തിനുള്ളിലേക്ക് അവർ നുഴഞ്ഞു കയറി. അവിടെ ഇമിഗ്രേഷൻ ചെക്കിംഗ് ഒക്കെ ഉണ്ടായി. അവർക്കും അതിനൊന്നും പിടിക്കാൻ പറ്റിയില്ല. ആ വിമാനത്തിലേക്ക് അവർ നുഴഞ്ഞു കയറുക. ആ വിമാന യാത്ര നടത്തുന്ന അവിടെ അതിലുള്ള യാത്രക്കാർക്കോ പൈലറ്റിനോ എയർ ഹോസ്റ്റസിനോ ഒന്നും അവരെ തിരിച്ചറിയാൻ പറ്റിയില്ല. അണ്ടർ കവർ ഏജൻസ് ആയിട്ട് അവർ നുഴഞ്ഞു കയറി അവർ തങ്ങളുടെ ഉദ്ദേശം നടപ്പിലാക്കിയത് നമ്മൾ കണ്ടതല്ലേ. ലോകം ഞെട്ടിവിറച്ചു. ഇതുപോലെ രാജ്യങ്ങളിലും ഈ നുഴഞ്ഞുകയറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തിനു വേണ്ടി? രാജ്യങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുത്തുവാൻ, അവിടുത്തെ കാര്യങ്ങൾ താറുമാറാക്കി കളയാൻ, ലോകരാജ്യങ്ങളിൽ അസമാധാനം വിതയ്ക്കാൻ, അവിടെ തങ്ങളുടെ തത്വങ്ങളും വിശ്വാസങ്ങളും നടപ്പിലാക്കാൻ. നമുക്കറിയുന്ന അഫ്ഗാൻ താലിബാൻ വലിയൊരു സംഘർഷത്തിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അഫ്ഗാനിൽ നിന്ന് അഭയാർത്ഥികളെ സ്വീകരിക്കുന്നുണ്ട്. പല ക്രൈസ്തവ രാജ്യങ്ങളും. നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് IS മധ്യപൂർവേഷ്യയിൽ സിറിയയിലൊക്കെ ഇതുപോലെ അക്രമം നടത്തിയിട്ട് 10,000-കണക്കിന് അഭയാർത്ഥികൾ യൂറോപ്പിലെത്തി. അനേക യൂറോപ്യൻ രാജ്യങ്ങൾ അവരെ കൈനീട്ടി സ്വീകരിച്ച് അവർക്ക് അഭയം കൊടുത്തു. എന്നാൽ അഭയം കിട്ടി നാളുകൾ കഴിഞ്ഞപ്പോൾ തനി നിറം പുറത്തെടുക്കാൻ തുടങ്ങി. ആ രാജ്യങ്ങളെ അസ്വസ്ഥകൾ വിതച്ചു. അവിടെ സമാധാനം നഷ്ടപ്പെടുത്തി. അവിടെ ബോംബ് വെച്ചും ചാവേറുമായി അനേകരെ കൊലപ്പെടുത്തുന്നു. ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തെ ക്ഷയിപ്പിക്കാൻ നോക്കുന്നു. തങ്ങളുടെ വിശ്വാസങ്ങളും സിദ്ധാന്തങ്ങളും പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും അവർ മുന്നോട്ട് വരുന്നു. അഭയം തന്നവരെ നശിപ്പിക്കുവാൻ, തകർക്കാൻ പരിശ്രമിക്കുന്നു. ഈ അഫ്ഗാൻ അഭയാർത്ഥികളുടെ പുറകിലും ഇതുപോലത്തെ തന്ത്രങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ദൈവമക്കളെ. ഇതെല്ലാം ഇന്ന് പല ടാർഗറ്റുകളുടെ ഭാഗങ്ങളാണ്. രഹസ്യമായി നുഴഞ്ഞു കയറുകയാണ്. ആ ടാർഗറ്റിന്റെ ഭാഗമായി അതാത് രാജ്യങ്ങളിൽ എത്തിയിട്ട് അവർ തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കുകയാണ്. ഇന്ന് യൂറോപ്പ് രാജ്യങ്ങൾ വളരെ അസ്വസ്ഥതയിലും അസമാധാനത്തിലുമാണ്. ഭീകര പ്രവർത്തനങ്ങൾ ഒരുപാടോട് വർദ്ധിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ആത്മീയമായ കൂട്ടായ്മകളിൽ മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ എൻട്രി കിട്ടിയത്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. ഗലാത്യ സഭയ്ക്ക് ഇത് ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ തിരുലിഖിതം. ഗലാത്യ 2:4 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? നമുക്ക് ആ വചനം ശ്രദ്ധിക്കാം. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങൾ അടിമത്തത്തിൽ കൊണ്ട് ചെന്നെത്തിക്കുന്നതിനെ വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി. ആ വചനങ്ങൾ ശ്രദ്ധിക്കണമേ. പരിശുദ്ധാത്മാവ് സഭയോട്, പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ മിനിസ്ട്രികളോട്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മീയ നേതൃത്വത്തോട്, പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തിൽ ഓരോ വ്യക്തിയോടും പ്രത്യേകമായി സംസാരിക്കുകയാണ്. എന്താണ് പൗലോസ് പറയുന്നത്? യേശു ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത്, അത് ക്രൈസ്തവരുടെ സ്നേഹത്തെ ചൂഷണം ചെയ്ത്, നമ്മുടെ സാഹോദര്യ ബോധത്തെ ചൂഷണം ചെയ്ത്, ക്രൈസ്തവരുടെ നന്മകളെ ചൂഷണം ചെയ്ത്, പലപ്പോഴും നമ്മുടെ വിശ്വാസം, നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കാനാ. ആ സ്നേഹം, കരുണ എന്നിവയെ ചൂഷണം ചെയ്തിട്ടാണ് പലപ്പോഴും ഇതുപോലെയുള്ള ചില അണ്ടർ കവർ ഏജൻസ് ഇന്ന് സഭയ്ക്കുള്ളിലേക്കും നുഴഞ്ഞു കയറിയിരിക്കുന്നത്. ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. കരുണയുടെ പേര് പറഞ്ഞ്, സ്നേഹത്തിന്റെ പേര് പറഞ്ഞ്, സാഹോദര്യത്തിന്റെ പേര് പറഞ്ഞ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ സത്യവിശ്വാസത്തെ ക്ഷയിപ്പിക്കാൻ, സത്യവിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കുവാൻ, സഭയുടെ ശക്തിയെ കെടുത്തിക്കളയുവാൻ, സഭ കൂട്ടായ്മകളെ, സഭയുടെ ഒന്നിപ്പ്, സഭയുടെ ഐക്യം, സഭയുടെ സ്നേഹം, സഭയുടെ ബലത്തെ ക്ഷയിപ്പിക്കുവാൻ, ഇല്ലാതാക്കാൻ, ഭിന്നതകളും അസ്വസ്ഥതകളും അതുപോലെ തന്നെ വർഗീയ വിഭാഗീയതകളും മത്സര്യവും
അനൈക്യം വിതച്ച് സഭാഗാത്രത്തെ ദുർബലമാക്കാൻ ഈ കൂട്ടര് പരിശ്രമിക്കുകയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ പൗലോസ് സഭയോട് പറഞ്ഞു, വ്യാജ സഹോദരന്മാരെ സ്നേഹം നടിച്ച് അവർ നമ്മുടെ ഇടയിൽ രഹസ്യമായി കയറിക്കൂടിയിരിക്കുന്നു. അവരുടെ ഉദ്ദേശം എന്താ? നമ്മെ തളർത്തിക്കളയ, നമ്മുടെ വിശ്വാസത്തെ ദുഷിപ്പിക്കുക, നമ്മുടെ കൂട്ടായ്മകളെ ഇല്ലാതാക്കുക, ക്രൈസ്തവ സമൂഹത്തെ അധിക്ഷേപിച്ചും അവഹേളിച്ചും അതിന്റെ പവിത്രതയെ നഷ്ടപ്പെടുത്തുക. അപ്പൊ ഇങ്ങനെയുള്ള ഈ രഹസ്യത്തിൽ നുഴഞ്ഞു കയറുന്ന ആത്മാക്കളെ നമ്മൾ തിരിച്ചറിയണം. ഈ അണ്ടർ കവർ ഏജൻസിനെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണ് ഇങ്ങനെയുള്ള ആത്മാക്കള്. ഇവരെ തിരിച്ചറിയുവാൻ കർത്താവിന്റെ ജ്ഞാനം നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ ആലോചന നമ്മിൽ ഉണ്ടാകണം. കർത്താവിന്റെ അറിവും വിവേകവും നമുക്കുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനു വേണ്ടി ചങ്ക് പൊട്ടി കൈവിരിച്ച് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവം കൃപ തരും, ദൈവം കൃപ തരും. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ വീണ്ടും വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നത് കൊരിന്തോസ് സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം 13, 14, 15 വചനങ്ങൾ നമുക്ക് പെട്ടെന്ന് വചനമാകുന്നു വായിക്കാം. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അത്തരക്കാർ കപടനാട്ടിക്കാരായ അപ്പോസ്തലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. വ്യാജവേഷം ധരിഞ്ഞവരെ അവര് വചനപ്രഘോഷക രൂപത്തിൽ വരും, കൗൺസിലേഴ്സ് രൂപത്തിൽ വരും, വൈദികരുടെ രൂപത്തിൽ, സമർപ്പിതരുടെ രൂപത്തിൽ, നന്മയുടെ രൂപത്തിൽ, സ്നേഹത്തിന്റെ രൂപത്തിൽ, കാരുണ്യത്തിന്റെ രൂപത്തിൽ, സഹായിക്കാനുള്ള വ്യാജേനെ ഇങ്ങനെ പല രൂപത്തിലും വ്യാജവേഷം ധരിച്ച് ഈ അണ്ടർ കവർ ഏജൻസ് വരുമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പ്രവചനാത്മാവിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഭയോട് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സഭയ്ക്കുള്ള ദൂത, നമ്മുടെ കുടുംബങ്ങൾക്കുള്ള ദൂത, നമ്മുടെ മിനിസ്ട്രികൾക്കും നമ്മുടെ ആത്മീയ കൂട്ടായ്മകൾക്കുമുള്ള പരിശുദ്ധാത്മാവിന്റെ മുന്നറിയിപ്പുകളാണിത്. വ്യാജവേഷം ധരിച്ച് അവിടെ എന്താ പറയുന്നത്? 14-15 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. അത്ഭുതപ്പെടേണ്ട, പിശാചു പോലും പ്രഭാപൂർണനായ വസ്ത്രം ധരിച്ച് ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. ദൈവദൂതന്റെ വേഷത്തിൽ പിശാച് പോലും വരാറുണ്ടല്ലോ. പൗലോസ്ലീഹ പറയാ 15-ാമത്തെ വചനത്തിൽ, അതിനാൽ അവന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത്? ഹല്ലേലൂയ. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രാർത്ഥിക്കുന്ന വ്യക്തി രൂപമായിട്ട് വരും, സഹായിക്കുന്ന രൂപത്തിൽ വരും, വചനപ്രഘോഷകൻ രൂപത്തിൽ വരും, ആത്മീയ ഉപദേശം നൽകുന്ന രൂപത്തിൽ വരും, ചിലപ്പോൾ വൈദികരുടെ രൂപത്തിൽ വരും, സമർപ്പിത രൂപത്തിൽ വരും. പിശാച് പോലും മലാഖയുടെ ദൈവദൂതന്റെ വേഷത്തിൽ വന്നെങ്കിൽ പിന്നെ നമ്മളെ കളിപ്പിക്കാനും നമ്മളെ കബളിപ്പിക്കാനും നമ്മളെ ചതിക്കാനുമാണോ പിശാചിന് പ്രയാസം? ഈ ചതി തിരിച്ചറിയാൻ കർത്താവിന്റെ വിസ്ഡം, കർത്താവിന്റെ ആലോചന എന്നിലും നിന്നിലും ഉണ്ടാകാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യാജവേഷം ധരിച്ചവരെ, വ്യാജവേഷം ധരിച്ചവർ ഇന്ന് സഭയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മിനിസ്ട്രികളിലുണ്ട്, നമ്മുടെ ആത്മീയ കൂട്ടായ്മകളിലുണ്ട്. സഭയോട് യഥാർത്ഥ സ്നേഹമില്ല, കർത്താവുമായിട്ടുള്ള ശരിയായ ബന്ധം നഷ്ടപ്പെട്ടു പോയി, സത്യവിശ്വാസത്തിൽ അവർക്ക് താല്പര്യമില്ല, വിശ്വസ്തതയും സ്നേഹവും ഒക്കെ അറ്റുപോയി. എന്നാൽ അതെല്ലാം ഉണ്ട് എന്ന് അഭിനയിച്ച് വ്യാജേനെ മറഞ്ഞിരുന്ന് രഹസ്യമായി നുഴഞ്ഞു കയറി തങ്ങളുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അവരായിരിക്കുന്നിടത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ നോക്കുന്നു. എന്നിട്ട് അതിലൂടെ ആ സമൂഹത്തെ ഛിന്നഭിന്നമാക്കുക, ആ കൂട്ടായ്മയെ താറുമാറാക്കുക, ആ കുടുംബത്തെ ശിഥിലീകരിക്കുക, ആ പ്രസ്ഥാനത്തിന് മങ്ങലേൽപ്പിക്കുക. ഇന്ന് എത്രയെത്രയോ കൂട്ടായ്മകൾ തകർന്നു പോയതിന്റെ പുറകിൽ ഇതുപോലെ വ്യാജവേഷം ധരിച്ച അണ്ടർ കവർ ഏജൻസായി മറഞ്ഞിരുന്ന് രഹസ്യമായി നുഴഞ്ഞു കയറി പ്രവർത്തിച്ച അനേകരെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ഞങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് പറഞ്ഞു,
എന്താ കർത്താവ് പറഞ്ഞത്? കർത്താവ് പറഞ്ഞു, കാളകളുടെ ഉപമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് ഈശോ പറഞ്ഞത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24-30 വരെയുള്ള വചനങ്ങൾ, അത് 25-ാമത്തെ വചനം വായിക്കാം. ഈശോ പറഞ്ഞു, ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിങ്ങോട്ട്. ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പുകളിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ഓരോ വാക്കിനും വലിയ വലിയ ആത്മീയ അർത്ഥമുണ്ട്. ഈ വചനത്തിന്റെ മർമ്മങ്ങൾ എന്താണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്? ആളുകൾ ഉറക്കമായപ്പോഴാണ് ശത്രു നുഴഞ്ഞു കയറിയത്. അപ്പൊ നമ്മുടെ ഉറക്കമാണ്, നമ്മുടെ ഉണർവില്ലായ്മയാണ്, നമ്മുടെ ദുർബലതയും നമ്മുടെ ലാഘവത്വവും നമ്മുടെ നിസ്സാരതയുമാണ് ശത്രു മുതലെടുക്കുന്നത്. നമ്മുടെ സ്വഭാവം പലപ്പോഴും ഇങ്ങനെയുള്ള ഈ അണ്ടർ കവർ ഏജൻസിന് അറിയാം. നമ്മൾ വേണ്ടത്ര സ്നേഹമില്ല, ഐക്യമില്ല, ഒന്നിപ്പില്ലെന്ന് ഇത്തരക്കാർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാ ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹം ഇന്ന് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നത്. വിഘടിച്ചും ഭിന്നിച്ചും അനൈക്യത്തിലും മത്സരത്തിലും വിഭാഗീയതയിലും ഒന്നിച്ചു നിൽക്കേണ്ടവരെ ഒന്നിച്ചു നിന്ന് ഈ ലോകത്തിൽ കർത്താവിനെ ധീരതയോടെ പ്രവാചക സാക്ഷ്യം നൽകേണ്ട സഭാമക്കള് തമ്മിലടിച്ച് അനൈക്യത്തിന്റെ കളകളിൽ ജീവിക്കുമ്പോൾ സ്വർഗം നൊമ്പരപ്പെടുകയാ, സ്വർഗം തേങ്ങി തേങ്ങി കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ 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 കുഞ്ഞുങ്ങളെ ഓർത്ത് ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഈ രഹസ്യമായി ഇത്തരക്കാരെങ്ങനെ നുഴഞ്ഞു കയറുന്നത്? ഉറങ്ങുമ്പോഴാണ്. ഇവിടെ ഈ ഉറക്കത്തിന് ചില വലിയ അർത്ഥങ്ങളുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വചനത്തിന് ഒന്നാമതായി ഇവിടെ ഉറക്കം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, ഇവിടെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ഓവർ കോൺഫിഡൻസ് ആണ്, നമ്മുടെ അമിതമായ ആത്മവിശ്വാസം. ഞാൻ ചിന്തിക്കുകയാണ്, ഷെക്കേന ന്യൂസിൽ, ഷെക്കേന മിനിസ്ട്രീസിൽ, ഈ കൂട്ടായ്മയിൽ ഇതുപോലെ ഒന്നും സംഭവിക്കത്തില്ല. ഇതെന്നും ഭംഗിയായി പോകും, നന്നായി പോകും. ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിലും, ഇവിടെ കാര്യങ്ങൾ നോക്കിയില്ലെങ്കിലും, ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധ പതിച്ചില്ലെങ്കിലും ഇവിടെ എല്ലാം ഭംഗിയായി പോകും, എല്ലാവരും നന്നായി കാര്യങ്ങൾ ക്രമപ്പെടുത്തും എന്ന് ഞാൻ അമിതമായി വിശ്വസിച്ചാൽ ഉറപ്പാണ് അത് ഇവിടെ മാത്രമല്ല, ഏത് മുന്നേറ്റത്തിലും, ഏത് മിനിസ്ട്രികളിലാവട്ടെ, അത് കുടുംബമാകട്ടെ, കൂട്ടായ്മയാകട്ടെ, സമർപ്പിത സമൂഹമാകട്ടെ, സഭയുടെ സംവിധാനങ്ങളാകട്ടെ, ഇത് ഇടവക സമൂഹമാകട്ടെ, എവിടെയാണെങ്കിലും അമിതമായ ആത്മവിശ്വാസം നാശത്തിലേക്കും തകർച്ചയിലേക്കും, കാര്യങ്ങൾ ചിലപ്പോൾ പരിഹരിക്കാൻ പോലും കഴിയാത്ത വിധം താറുമാറാകുന്ന അവസ്ഥയിൽ കൊണ്ട് എത്തിക്കുമെന്ന് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ആരും മറന്നു പോകരുത്. അമിതമായ ആത്മവിശ്വാസം. ഞാൻ ഓർക്കുകയാണ്, 6-7 മാസങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ എന്നെ കാണാൻ വന്നു. 2 പേരായിട്ട് വന്നത്. അദ്ദേഹം തികഞ്ഞൊരു മാനസിക രോഗിയാണ്, നല്ലൊരു ബിസിനസ്സുകാരൻ, അത്യാവശ്യം പൈസ അദ്ദേഹത്തിനുണ്ട്. ഭാര്യയും താൻ ഒരുപാട് സ്നേഹിച്ച തൻ്റെ പൊന്നോമന മകൾ, ആണും പെണ്ണുമായി ഒരേ ഒരു മകളെ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. കൂടെ വന്ന മറ്റൊരു സഹോദരനോട് പറഞ്ഞു, അദ്ദേഹം ഇന്ന് മാനസികമായി തകർന്നിരിക്കുകയാണ്. 7 മാസമായി അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലാണ്, വളരെ ഡോസുള്ള ഗുളികളെ കഴിക്കുന്നത്, എന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അദ്ദേഹം ആകെ തകർന്നു പോയി, അദ്ദേഹം ഡിപ്രസ്ഡ് ആണ്, അദ്ദേഹം ഒരു മാനസിക രോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ഉടനെ ഇദ്ദേഹം പറഞ്ഞു, ഒരേ ഒരു മകള്, അവൾ MBA പഠിക്കുന്നു. ഈ സമയത്ത് മകളുടെ കൂട്ടുകാരിയുടെ ബ്രദർ പലപ്പോഴും വീട്ടിൽ വരാറുണ്ട്. അങ്ങനെ അവർ ചിരിച്ചും കളിച്ചും ചിലപ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചൊക്കെ ഇങ്ങനെ പോകും. ഇദ്ദേഹം പറയുകയാണ്, ഈ മകളും അപ്പനും തമ്മിൽ അത്രമാത്രം വിട്ടുപിരിയാത്തൊരു ബന്ധവും സ്നേഹമായിരുന്നു. തൻ്റെ മകളിലും തൻ്റെ കുടുംബത്തിലും അമിതമായ ആത്മവിശ്വാസം ഈ മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ മാസങ്ങളും നാളുകൾ കടന്നുപോയി. ഒരു ദിവസം അദ്ദേഹം ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. ഏകദേശം ഒരു പുലർച്ചെ സമയം, ഒരു 3:30-4 മണിയാകുമ്പോൾ സ്വന്തം മകളുടെ മുറിയിൽ നിന്ന് താൻ പലപ്പോഴും കണ്ടിട്ടുള്ള ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണ്. അദ്ദേഹം പെട്ടെന്ന് ഷോക്കേറ്റ പോലെയായി. ആ ചെറുപ്പക്കാരി ഇദ്ദേഹത്തെ കണ്ട മാത്രയിൽ ഒഴിഞ്ഞു മാറി ഓടിപ്പോയി. തൻ്റെ മകളോട് കാര്യം ചോദിച്ചപ്പോൾ മകൾ പറഞ്ഞു, പപ്പ എന്തിനാ ഇതിൽ ഇടപെടുന്നത്?
എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അവൾ ആദ്യം കുറേയൊക്കെ അവൾ എതിർക്കാൻ നോക്കി. ഇതൊക്കെ സ്നേഹത്തോടെ പലതും തിരുത്തി കഴിഞ്ഞു. ഈ പെൺകുട്ടി ഇതൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല. അവസാനം സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു, സ്വന്തം അപ്പൻ എന്നെ നശിപ്പിക്കാൻ വന്നു എന്ന് പറഞ്ഞ അപ്പനെതിരെ ഈ പെൺകുട്ടി പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് അദ്ദേഹത്തെ തേടി വന്നു. താൻ ഒരുപാട് സ്നേഹിച്ച തൻ്റെ പൊന്നോമന മകള്, അവൾ ഒരിക്കലും തന്നെ ചതിക്കില്ല, തന്നെ നശിപ്പിക്കില്ല, തൻ്റെ കുടുംബത്തിന് ഉപദ്രവം വരുത്തില്ല എന്ന് അദ്ദേഹം അമിതമായി വിശ്വസിച്ച് അദ്ദേഹം ഈ മറ്റേ സഹോദരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ രണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തെ ചുണ്ടുകളിൽ വിതമ്പുന്നുണ്ട്, അധികം സംസാരിക്കാൻ പറ്റത്തില്ല. തൻ്റെ പൊന്നോമന മകൾ ഏൽപ്പിച്ച ആ മാനസികമായ അഘാതത്തിൽ നിന്ന് അത് പുറത്തു വരാൻ പറ്റത്തില്ല. മകള് അപ്പനെതിരെ പോലീസിൽ കേസ് കൊടുത്തിരിക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇതൊന്നും രണ്ടൊന്നല്ല, ഇന്ന് ഒരുപാട് ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. അമിതമായ ആത്മവിശ്വാസം, അത് മക്കളിലാകട്ടെ, സഹോദരി സഹോദരങ്ങളിലാകട്ടെ, കൂടെ നിൽക്കുന്നവരിലാകട്ടെ, പ്രിയപ്പെട്ടവരിലാകട്ടെ, നമ്മളവരെ വിശ്വസിക്കണം, സ്നേഹിക്കണം, കരുതണം. എന്നാൽ അമിതമായി നമുക്ക് ആത്മവിശ്വാസം അരുത്. അമിതമായി നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രം, അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അമിതമായ ആത്മവിശ്വാസം പല കുടുംബങ്ങളും പല കൂട്ടായ്മകളും പല സമൂഹങ്ങളും, എന്തിന് സഭയുടെ സംവിധാനങ്ങൾ പോലും കറപ്റ്റഡ് ആകുവാൻ, അവിടെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുവാൻ പലരെയും സഹായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വിശുദ്ധ നമ്മളെ നയിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മളെ മാതാപിതാക്കൾ, നമ്മുടെ മക്കളെ പോലും അങ്ങനെ അവിടെ നേരെ നമുക്ക് കൃത്യമായ ശ്രദ്ധയും കണ്ണുണ്ടായിരിക്കണം. രണ്ടാമത് ഈ ഉറക്കം എന്ന് പറയുന്നത് ശ്രദ്ധയില്ലായ്മയാണ്, അൺകൺസേൺ ആണ്. നമ്മളത് പരിഗണിക്കുന്നില്ല, വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല, ഗൗരവം കൊടുക്കുന്നില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, ഇന്ന് പലപ്പോഴും നമ്മൾ സഭയിൽ കാണുന്ന പല അസ്വസ്ഥതകളുടെയും കാരണം, നമ്മുടെ മിനിസ്ട്രികളിൽ കാണുന്ന പല അസ്വസ്ഥതകളെയും കാരണം, നമ്മുടെ കുടുംബങ്ങളിലാകട്ടെ, നമ്മുടെ കൂട്ടായ്മകളിലാകട്ടെ, നമ്മൾ ഇന്ന് കാണുന്ന പല അസ്വസ്ഥതകളെയും കാരണം നമ്മൾ അത് വേണ്ട വിധം പരിഗണിച്ചില്ല, വേണ്ട വിധം നമ്മൾ അതിന് ശ്രദ്ധ കൊടുത്തില്ല. നമ്മുടെ ശ്രദ്ധ മാറിപ്പോയി, മുൻഗണന മാറിപ്പോയി. നമ്മൾ പലപ്പോഴും ശ്രദ്ധയില്ലാത്തവരായി മാറുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 17:3 എന്താണ് ഈശോ പഠിപ്പിച്ചത്? നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവീൻ. എല്ലാവരും ഒരുമിച്ചത് പറഞ്ഞ്, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവീൻ. ദൈവം ഏൽപ്പിച്ച കുടുംബത്തോട് ശ്രദ്ധ വേണം. മാതാപിതാക്കളെ, മക്കള്, അവരെ ശ്രദ്ധിക്കണം. നമ്മള് അവരുടെ പഠനം, അവരുടെ ജീവിതം, അവരുടെ ബന്ധങ്ങള്, അവരുടെ കൂട്ടുകെട്ടലുകൾ, അവരുടെ മൊബൈൽ ഉപയോഗങ്ങൾ, അവരുടെ വാട്സപ്പ്, അവരുടെ ഇന്റർനെറ്റ്, അവരുടെ ഇടപാടുകൾ, അവരുടെ ഇന്ററാക്ഷൻസ്, ഇതിലെല്ലാം മാതാപിതാക്കൾ മോണിറ്റർ ചെയ്യണം. സംശയിക്കാനല്ല പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധയോടെ അവരെ ശ്രദ്ധിക്കണം. മിനിസ്ട്രി ലീഡേഴ്സ്, ദൈവം ഏൽപ്പിച്ച മിനിസ്ട്രികളെ ശ്രദ്ധിക്കണം. എല്ലാം ഭംഗിയായി പോകും, എല്ലാം ഉചിതമായി പോകും, ആരും അവിടെ ചതിക്കത്തില്ല, അല്ലെങ്കിൽ എല്ലാവരും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും എല്ലാം ഉചിതമായി പോകും, കുറച്ച് നാളൊക്കെ പോകും. പക്ഷെ ശ്രദ്ധ നഷ്ടപ്പെടുന്നെന്ന് കണ്ടാൽ അവിടെ നുഴഞ്ഞുകയറ്റങ്ങൾ ഉണ്ടാകും. അവിടെ ചിലരെ പിശാച് തന്റെ ഇഷ്ട നിർവഹണത്തിനായി ചിലരെ കൊണ്ടുവരും. എത്ര മിനിസ്ട്രികൾ തകർന്നുപോയി, എത്രയോ കൂട്ടായ്മകൾ അധപതിച്ചു, എത്രയോ വ്യക്തികളിൽ കൃപ നഷ്ടപ്പെട്ടു പോയി. അവർ പിശാചിന്റെ കരങ്ങളിലെ കളിപ്പാവകളായിട്ട് മാറി. എനിക്കറിയാം, അപ്രകാരം ദൈവത്തിന്റെ കൃപയിൽ കത്തിജ്വലിച്ച പല ശുശ്രൂഷകരും ഇന്ന് കൃപ നഷ്ടപ്പെട്ട് പലരുടെ ജീവിതം ഒരുപാട് വേദനിപ്പിക്കുന്നതാണ്. എന്താ കാരണം? ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ കർത്താവ് കൂടെ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുക, അതീവ ജാഗ്രതയുള്ളവരായിരിക്കുക. എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഈ ജാഗ്രതയുണ്ടാകണം, അതീവ സൂക്ഷ്മതയുണ്ടാകണം. പ്രത്യേകിച്ച് നേതൃത്വത്തിലായിരിക്കുന്നവര്, ഒരു ഇടവക വികാരിയച്ഛൻ തൻ്റെ ഇടവകയുള്ള ബന്ധത്തിൽ, ദൈവം തന്നെ ഏൽപ്പിച്ച വ്യക്തികളോട്, കുടുംബങ്ങളോട് ബന്ധത്തിൽ അതീവ സൂക്ഷ്മതയുണ്ടാകണം. ഒരു സുപ്പീരിയർ, ഒരു ജനറാളമ്മ, ഒരു പ്രൊവിൻഷ്യാള്, അല്ലെങ്കിൽ അഭിനന്ദ പിതാവ്, മിനിസ്ട്രി ലീഡേഴ്സ്, ധ്യാന കേന്ദ്ര ഡയറക്ടേഴ്സ്, കുടുംബത്തിലെ മാതാപിതാക്കള്, ഭാര്യ ഭർത്താക്കന്മാര്, സഹോദരി സഹോദരങ്ങള്, പരസ്പരം അതീവ ശ്രദ്ധ വേണം.
അനാവശ്യമായി കുടുംബത്തിലേക്കാകട്ടെ, കൂട്ടായ്മകളിലേക്കാകട്ടെ, സഭാ സംവിധാനങ്ങളിലേക്കാകട്ടെ ഒരുത്തിനെയും ഒരുത്തിയെയും നുഴഞ്ഞു കയറുവാൻ നമ്മൾ അനുവദിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുവദിച്ചാൽ പിശാച് അവിടെ കടന്ന് പണിയെടുത്ത് അതിനെ നശിപ്പിച്ചു കളയും. കാലം അങ്ങനെ ഒരു കാല ദൈവമക്കളെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ജാഗ്രത, ജാഗ്രത, ജാഗ്രതയുള്ളവരായിരിക്കുക. മൂന്നാമത് ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ അൺഅവെയറാണ്. നമുക്ക് അറിവില്ല, നമുക്ക് അതിനെക്കുറിച്ച് അവബോധമില്ല. ഇങ്ങനെ അണ്ടർ കവർ ഏജൻസ് ഉണ്ട്, ഇതുപോലെ പ്രവർത്തിക്കുന്ന ആത്മാക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. സഭയിൽ നുഴഞ്ഞു കയറി സഭയെ തളർത്താൻ ഉള്ള അങ്ങനെ പല പല വർഗീയ ശക്തികളായിരിക്കും. ചിലപ്പോൾ തീവ്രവാദ ശക്തികളായിരിക്കാം, ചിലപ്പോൾ മതഭീകര ശക്തികളായിരിക്കാം, ചിലപ്പോൾ നിരീശ്വര ശക്തികളായിരിക്കാം, ചിലപ്പോൾ ചില സെക്റ്റുകളായിരിക്കാം, ചിലപ്പോൾ സത്യവിശ്വാസത്തിന് വ്യതിചലിച്ചു പോയ ചില ആത്മീയ കൂട്ടായ്മകൾ സംഘടനകളുമായിരിക്കാം. ഇവിടെ ലക്ഷ്യം എന്താ? സഭയെ തകർക്കുക, സഭയുടെ സംവിധാനങ്ങളെ മന്ദീഭവിച്ച് കളയുക, സഭ കൂട്ടായ്മയിൽ നിന്ന് ദൈവജനത്തെ അകറ്റിക്കളയുക, പ്രത്യേകിച്ച് യുവജനങ്ങളെ. ഇതിനു വേണ്ടി തന്ത്രപൂർവ്വം രഹസ്യമായി നുഴഞ്ഞു കയറുക. എന്തുകൊണ്ട് നുഴഞ്ഞു കയറാൻ പറ്റുന്നത്? നമ്മുടെ അശ്രദ്ധ, നമ്മുടെ അമിതമായ ആത്മവിശ്വാസം, നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ അജ്ഞത ഇത്തരക്കാര് മുതലെടുക്കുകയാ. ഇനിയും നമ്മൾ ഉണർന്നില്ലെങ്കിൽ, ഈ കാര്യങ്ങളിൽ ജാഗ്രതയുള്ളവരായില്ലെങ്കിൽ നമ്മൾ അപകടത്തിലേക്കാ പോകുന്നതെന്ന് പരിശുദ്ധാത്മ മുന്നറിയിപ്പ് തരികയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അറിവില്ലായ്മ, ഇങ്ങനൊരു ശത്രുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തന്ത്രങ്ങളെ കുറിച്ചോ അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചോ അറിയാതെ പോവുക, അതിനെക്കുറിച്ച് അജ്ഞരായിട്ടിരിക്കുക. എന്നാ ഒരു അപകടം അത്. യെശയ്യാ പ്രവചനം 53:10. യെശയ്യാ പ്രവചനം അവിടെ 5-ാം അധ്യായത്തില് കർത്താവിന്റെ വചനം പറയുകയാണ്. 13-ാം വചനത്തിൽ എന്താ പറയുന്നത്? എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക്, പാപത്തിലേക്ക്, തിന്മയിലേക്ക്, അശുദ്ധിയിലേക്ക്, അവർ നാശത്തിലേക്ക് നീങ്ങുന്നു. അജ്ഞത മൂലം, അറിവില്ലായ്മ മൂലം. അവിടെ ദൈവമക്കളെ, നമ്മൾ അത്യാവശ്യ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവിട്ടല്ലോ, ഇപ്പോഴാ മനസ്സിലായി, അയ്യോ അപ്പോൾ ഇതിനെല്ലാം തീർന്നു, എല്ലാം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പിന്നെ രക്ഷിക്കാൻ പറ്റുമോ? പിന്നെ റിവേഴ്സിലേക്ക് വരാൻ പറ്റാത്ത വിധം കാര്യങ്ങൾ അതുപോലെ താറുമാറായി. നമ്മൾ അറിഞ്ഞു വരുമ്പോഴേക്കും എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. കൈപ്പിടിയിൽ പിന്നെ ഒതുക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തു ചെയ്യും? നമ്മൾ നെഞ്ചത്തടിച്ച് മാറത്തടിച്ച് ചങ്ക് പൊട്ടി കരയുന്നു എന്നല്ലാതെ പലരും കുഴഞ്ഞു മറഞ്ഞ കേസുകൾ. ഞാൻ എല്ലാ മാസവും ഒരു ദിവസം ഒരു ഹാഫ് ഡേ ഷെക്കേൻ നമ്മുടെ ഓഫീസിൽ ജനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു ദിവസം ചെലവഴിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഈ ഒരു 3-4 മണിക്കൂറാണ്. ഈ 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും തല ഇങ്ങനെ മരച്ചു പോയിട്ടുണ്ടായിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, അത്രമാത്രം പ്രതിസന്ധിയിലും പ്രശ്നത്തിലുമാണ് ജനം കിടക്കുന്നത്. അതുപോലെ തിന്മ പ്രബലപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ അതീവ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ എത്ര കൃപയുള്ള വ്യക്തിയെയും വീഴ്ത്തിക്കുവാൻ, പാപത്തിൽപ്പെടുത്താൻ പിശാച് കെണികൾ വെച്ചിരിക്കുക. അവൻ തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുക, അവൻ ട്രാപ്പുകൾ ഉണ്ടാക്കിയിരിക്കുക. ഇതിനെക്കുറിച്ച് നമ്മൾ അറിയണ്ടേ? നമ്മൾ അവബോധമുള്ളവരായിരിക്കണം, അറിവുള്ളവരായിരിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. പൗലോസ് പറയുന്നില്ലേ, സാത്താന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അറിയണം. അവന്റെ ട്രാപ്പുകൾ അറിയണം, അവന്റെ രഹസ്യത്തിൽ നുഴഞ്ഞു കയറി അവൻ ചെയ്യുന്ന പ്രവർത്തികൾ അറിയണം, അവന്റെ കുബുദ്ധികൾ അറിയണം, അവന്റെ വശീകരണ സ്വാധീനങ്ങൾ നമ്മൾ അറിയണം, അവന്റെ ചതി നമ്മൾ മനസ്സിലാക്കണം. അൺഅവെയർ, അറിവില്ലായ്മ ഉറക്കമാണ്. അണ്ടർ കവർ ഏജൻസി അരങ്ങ് തകർന്ന് വാഴുകയാണ് പലയിടങ്ങളിലും. ഇതൊരു പബ്ലിക് മീഡിയ ആയതുകൊണ്ട് പലതും പുറത്തു പറയാൻ പറ്റത്തില്ല ദൈവമക്കളെ. വേദനയുണ്ട്, ഒരുപാട് വേദനയുണ്ട്. ഇനിയും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ട വിധം കാര്യങ്ങൾ ക്രമപ്പെടുത്തിയില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ആലോചനയിൽ, കർത്താവിന്റെ ജ്ഞാനത്തിൽ നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. വലിയ നഷ്ടങ്ങൾ. സ്വർഗം കർത്താവ് ചങ്ക് പൊട്ടിക്കരയ, കർത്താവ് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ദൈവമക്കളെ. ഇതിൽ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക. തിരിച്ചറിവില്ലായ്മ. ചിലർക്ക് കാര്യങ്ങൾ അറിയാം, ഇങ്ങനെ ശത്രു ഉണ്ട്, ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ആരാ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങൾ അത്ര സുഗമമായിട്ടല്ല പോകുന്നത്, ഇവിടേക്ക് താളം തെറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ക്രമക്കേട് വരുന്നുണ്ട്, പ്രശ്നങ്ങൾ അസ്വസ്ഥകൾ പുകയുന്നുണ്ട്. പക്ഷെ അത് ആരിൽ നിന്നാണ്, എവിടെ നിന്നാണ്, ഏത് ഏരിയയിൽ നിന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ, അത് കൃത്യതയോടെ മനസ്സിലാക്കാൻ പലരും പരാജയപ്പെട്ടു പോകുന്നു. ഇത് ഈ നുഴഞ്ഞ കയറ്റക്കാർക്ക് നല്ല വളമാ. ഈ തിരിച്ചറിവില്ലായ്മ ഭയങ്കര വള. അവർക്ക് അടിച്ചു കയറവര് എത്ര ഇടങ്ങളെ നശിപ്പിച്ച് കളഞ്ഞു. ഞാൻ ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ് ഫോണിൽ ഈ ഒരു ഫോൺ മിനിസ്ട്രിക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു സഹോദരി ചങ്ക് പൊട്ടി കരഞ്ഞെന്നോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് ഒത്തിരി വിഷമമുണ്ടായിരുന്നു. എനിക്ക് ഒറ്റ ഒരു സുഹൃത്ത്, എൻ്റെ നല്ലൊരു കൂട്ടുകാരി, എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനേക്കാൾ വിശ്വാസവും ബോധ്യമായിരുന്നു എനിക്ക് അവളെന്നെ പലപ്പോഴും ആശ്വസിപ്പിക്കുമായിരുന്നു. പേടിക്കേണ്ട, ഒരു ഭർത്താവിനോട് നീ വിഷമിക്കേണ്ട, അദ്ദേഹത്തിന് മാറ്റം വരും, നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് അവളെന്നെ ആശ്വസിപ്പിക്കും. പലപ്പോഴും വീട്ടിൽ വരും, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കും. എനിക്ക് അവളിൽ നിന്നാണ് ഒരു ആശ്വാസം കിട്ടിയിരുന്നത്. നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആ സത്യം അറിഞ്ഞു. എന്നെ ഇതുപോലെ ആശ്വസിപ്പിച്ച്, എന്നെ ഇതുപോലെ കരുതിയ, എന്നെ ഇതുപോലെ ബലപ്പെടുത്തിയ, എൻ്റെ കൂടപ്പിറപ്പിനേക്കാൾ ഞാൻ ഒത്തിരി സ്നേഹിച്ച് വിശ്വസിച്ച ആ സഹോദരി എൻ്റെ ഭർത്താവിനെ അവള് കൈവശപ്പെടുത്തി. ഇന്ന് ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് ഞാൻ എല്ലാം എന്ന് വിചാരിച്ച ആ സഹോദരിയുടെ കൂടെ ജീവിക്കുക. സഹോദരൻ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ ഭർത്താവിന് തിരിച്ചു കിട്ടുമോ? ആ സഹോദരി ഭാവിട്ട് കരയെ പറയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എന്നാ വലിയ കഠിനമായ ക്രൂരതയാണ് സംഭവിക്കുന്നത്. കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച ആ സഹോദരിയെ അവളുടെ ഭർത്താവിനെ തട്ടിയെടുത്ത് നശിപ്പിക്കുക. ശാരീരിക സുഖത്തിന് വേണ്ടി, ജഡിക സുഖത്തിന് വേണ്ടി, പിശാച് തരുന്ന നൈമിഷികമായ ഭോഗേച്ഛയ്ക്ക് വേണ്ടി അണ്ടർ കവർ ഏജന്റായിട്ട് അവൾ വരിക ആ സഹോദരിയുടെ ജീവിതത്തിലേക്ക്, വീട്ടിലേക്ക്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് ആ സഹോദരിയുടെ ഭർത്താവിനെ വശീകരിച്ച് സ്വന്തമാക്കുക. ഇതൊക്കെ ഇങ്ങനെയുള്ള പൈശാചിക ആത്മാക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. ദൈവമക്കളെ, മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ കൈവിരിച്ചു പ്രാർത്ഥിക്കണം, പരിത്യാഗം എടുത്തു പ്രാർത്ഥിക്കണം. ഇത് 1-2 കേസല്ല, ആയിരക്കണക്കിന് വ്യക്തികളിൽ ആ പിശാച് ഈ പീഡ വെച്ച്, ഈ കളവെതച്ച് ഇന്ന് നിത്യനാശത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ശക്തിയോടെ പറ ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 400-450 വർഷങ്ങൾക്ക് മുൻപ് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ്, മദർ മരിയാന എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ. ആ കന്യാസ്ത്രീ അമ്മയോട് അമ്മ മാതാവ് പറഞ്ഞു, 20-ാം നൂറ്റാണ്ടിന്റെ അവസാന നാളുകളിൽ, 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അമ്മ മാതാവ് വെളിപ്പെടുത്തി. എന്താണ് ആ വെളിപ്പെടുത്തല്? നമുക്ക് ശ്രദ്ധിക്കാം. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ദുഷ്ടശക്തികൾ നുഴഞ്ഞു കയറും. ഇതാണ് രഹസ്യത്തിൽ നുഴഞ്ഞു കയറുന്ന ആത്മാക്കള്. നുഴഞ്ഞു കയറി കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെ, ദമ്പതിമാരെ, സമർപ്പിതരെ, വൈദികരെ, ദൈവം അഭിഷേകം ചെയ്ത പ്രസ്ഥാനങ്ങളെ, കൂട്ടായ്മകളെ നശിപ്പിക്കും. ബാല്യത്തിലെ തന്നെ കുട്ടികളിൽ നിഷ്കളങ്കത നഷ്ടപ്പെടുത്തുന്നതിൽ പിശാച് വിജയം കണ്ടെത്തും. രണ്ട് ദുഷ്ടശക്തികള് എല്ലാ തലങ്ങളിലേക്കും നുഴഞ്ഞു കയറും. സഭയിലേക്ക് നുഴഞ്ഞു കയറും, കർത്താവിന്റെ മിനിസ്ട്രികളിലേക്ക് നുഴഞ്ഞു കയറും. പിശാച് കൊണ്ടുവന്നിരിക്കുക തൻ്റെ ഏജന്റായിട്ട് ആ വ്യക്തിയിലൂടെ ആ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ. പിശാച് കൊണ്ടുവന്നിരിക്കുക അവിടേക്ക്. അതുകൊണ്ട് ദൈവം നടാത്ത എല്ലാ കളകളും പിഴുതുമാറ്റപ്പെടാൻ എന്നും നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അത് കുടുംബങ്ങളിൽ നിന്ന്, കൂട്ടായ്മകളിൽ നിന്ന്, സഭയിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്നൊക്കെ നമ്മൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം ഈ കാര്യം. അമ്മക്കറിയ ദൈവമക്കളെ, സ്വർഗം നെടുവീർപ്പെടുകയാ, സ്വർഗം നൊമ്പരപ്പെടുകയാ. 1990 ജനുവരിയിൽ പാട്രീഷ്യ തൽഭൂത എന്ന് പറയുന്ന ഇക്കഡോറിലെ ഒരു മിസ്റ്റിക്കിനെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിന് ദൂതറിയിച്ചു. ഇത്തരത്തിൽ പിശാചിന്റെ പിടിയിൽപ്പെട്ട് അനേകരെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ആത്മാക്കളെ പ്രതി സ്വർഗം വേദനിക്കുകയാണ്, സ്വർഗം നൊമ്പരപ്പെടുകയാണ്. എന്താണ് അമ്മ മാതാവ് പറഞ്ഞത്? കുഞ്ഞുങ്ങളെ, എൻ്റെ ഹൃദയത്തിൽ വളരെയേറെ ദുഃഖമുണ്ട്. അമ്മ പറഞ്ഞു, എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട്.
കാരണം വളരെയധികം പ്രകൃതിക്ഷോഭങ്ങളും മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. ക്ലേശങ്ങളുടെ കാലം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ ക്ലേശങ്ങളുടെ കാലഘട്ടത്തിൽ. അതിനാൽ നിങ്ങളുടെ മാനസാന്തരം ആത്മാർത്ഥതയുള്ളതായിരിക്കണം. എൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഈ അന്ത്യകാലത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ എൻ്റെ പുത്രൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കണം. കാരണം എനിക്ക് പിൻവാങ്ങുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഇനി പൊതുപ്രതിഷ്ഠീകരണങ്ങൾ ഇല്ല എന്ന് അമ്മ മാതാ പറഞ്ഞു. അമ്മയ്ക്ക് പിൻവാങ്ങുവാനുള്ള സമയം അടുത്തു. കാലം ആസന്നമായി, കാലം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് അമ്മ പറയാം, മക്കളെ, നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങളുടെ മാനസാന്തരം ആത്മാർത്ഥതയുള്ളതായിരിക്കണം. ആത്മാർത്ഥതയുള്ളതായിരിക്കണം. രഹസ്യമായി നുഴഞ്ഞു കയറി നശിപ്പിക്കുന്ന ആത്മാക്കള്, കർത്താവിനോട് നമുക്ക് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള സകല ആത്മാക്കൾ ഒന്നെങ്കിൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകണം, അല്ലെങ്കിൽ അവർ ആയിരിക്കുന്നിടത്ത് നിന്ന് പിഴുതു മാറ്റപ്പെടണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമക്കളെ, നമുക്ക് നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ദൈവത്തിൻ്റെ തീ ഇറങ്ങട്ടെ നമ്മുടെ കൂട്ടായ്മകളിൽ. എൻ്റെ കുഞ്ഞനുജത്തിമാരെ, അനുജന്മാരെ, നമ്മൾ ആരും പിശാചിൻ്റെ കരങ്ങളിലെ അവൻ്റെ അണ്ടർ കവർ ഏജന്റായി മാറരുത്. അവൻ്റെ ഇഷ്ട നിർവഹണത്തിനായി അവൻ്റെ ഏജൻസായിട്ട് മാറരുത്. എൻ്റെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ, വന്യ വൈദികരെ, സഭയെ സ്നേഹിച്ച് സത്യവിശ്വാസം പ്രഘോഷിച്ച് അനേകം ആത്മാക്കളെ ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മൾ കർത്താവിനായി നേടണം. എൻ്റെ കുടുംബസ്ഥരെ, നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഭവനങ്ങളാകണം. അനാവശ്യമായ കുടുംബത്തിലേക്ക് നമ്മൾ അതീവ ശ്രദ്ധയുണ്ടാകണം. രഹസ്യമായി നുഴഞ്ഞു കയറാൻ ആരെയും അനുവദിക്കരുത്. കർത്താവിന്റെ ജ്ഞാനം, കർത്താവിന്റെ വിവേകം, കർത്താവിന്റെ ആലോചനയാൽ നമ്മൾ സമ്പന്നമാകണം. നമുക്ക് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിക്ക്. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവശക്തി ഇറങ്ങുന്നു, ദൈവത്തിന്റെ തീ കത്തുന്നു, ദൈവത്തിന്റെ കാറ്റടിക്കുന്നു, പിശാചിന്റെ പിടികൾ പൊട്ടുന്നു. സാത്താൻ ഇതുപോലെ ഇൻസെക്ട് ചെയ്തിരിക്കുന്ന എല്ലാ അണ്ടർ കവർ ഏജൻസിന്റെ മേലും കർത്താവിന്റെ തിരിച്ചോര വീഴട്ടെ, തിരുരക്തമൊഴുകട്ടെ, മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ, അനുതാപം ഉണ്ടാകട്ടെ, കൃപ വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്വർഗത്തിന്റെ തേങ്ങല്, സ്വർഗത്തിന്റെ നിലവിളി സ്വന്തം ചങ്കിലേക്ക് ഏറ്റെടുത്ത് ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, റുഹായേ, റുഹായേ, റുഹായേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനം തരണമേ, ആലോചന നൽകണമേ, അറിവ് നൽകണമേ, വിവേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. ശത്രുവിന്റെ തന്ത്രങ്ങള്, അവന്റെ ചതികള്, അവന്റെ രഹസ്യ നീക്കങ്ങള്, രഹസ്യ വേക്ഷകള് തിരിച്ചറിയാൻ കർത്താവിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മിനിസ്ട്രികളെ പരിരക്ഷിക്കണമേ, നമ്മുടെ കുടുംബങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമേ, നമ്മുടെ സമർപ്പിതരെ പ്രൊട്ടക്ട് ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ വൈദികരെ പ്രൊട്ടക്ട് ചെയ്യണമേ. ആമേൻ, ആമേൻ, ആമേൻ. സ്പിരിറ്റ് മൂവ്, മൂവ്, മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ കർത്താവേ, ആമേൻ കർത്താവേ. അണ്ടർ കവർ ഏജൻസിനെ തിരിച്ചറിയാൻ കൃപ തരണമേ. രഹസ്യമായി നുഴഞ്ഞു കയറി നശിപ്പിക്കുന്ന, ഭിന്നത വിതയ്ക്കുന്ന, അസ്വസ്ഥത വിതയ്ക്കുന്ന, തിന്മ വിതയ്ക്കുന്ന സകല ആത്മാക്കളെ തിരിച്ചറിയാൻ വിവേചനവരം, ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെന്റ്, ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെന്റ്, ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെന്റ് അനേകം ആയിരങ്ങൾക്ക് നൽകണമേ. അനോയിന്റ്, അനോയിന്റ്, അനോയിന്റ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, 2-3 കാര്യങ്ങൾ പെട്ടെന്ന് അറിയിച്ച് നമ്മൾ അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമതായി, നാളെ 55-ാം ദിവസം നമ്മുടെ ശുശ്രൂഷ, ഈ തരത്തിലുള്ള ശുശ്രൂഷ ഇവിടെ നമ്മൾ കർത്താവിന് സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്രഹാം കടിയ കുഴിയച്ചനും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കഞ്ചിക്കോട്ട് നമ്മുടെ റാണി ചേച്ചി നാളെ ഷെക്കേന സ്റ്റുഡിയോയിൽ വന്ന് നമുക്ക് ലൈവ് ശുശ്രൂഷ ചെയ്യുകയാണ്. ഞങ്ങൾ അനേകരെ പങ്കെടുപ്പിക്കണം.
പ്രിയപ്പെട്ടവർ, മറ്റൊരു സാഹചര്യവും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ തടസ്സമായി മാറരുത്. മറ്റെല്ലാ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് എല്ലാവരും വളരെ ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, വലിയൊരുക്കത്തോടെ നാളത്തെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും അറിയിക്കണമേ എന്ന് ഈശോയുടെ നാമത്തിൽ താല്പര്യപ്പെടുകയാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷ കർത്താവ് ഏറെ വിശ്വസ്തയോടെ പരിപാലിച്ചു, ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റി. റാണി ചേച്ചിയുടെ അമ്മ മാതാവ് നൽകിയ സന്ദേശങ്ങൾ അത് കേരളത്തിന് മാത്രമല്ല, ലോകം മുഴുവന് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നലെ ചേച്ചിയോട് കിട്ടിയ സന്ദേശങ്ങൾ 50-ാമത്തെ സന്ദേശത്തിൽ നമ്മൾ കണ്ടു. കല, സാഹിത്യം, വിദ്യാഭ്യാസം, അത് മറ്റു പല മേഖലകൾ പിശാചിൽ നിന്ന് നുഴഞ്ഞു കയറുകയാണ്. ഇതൊക്കെ ഈ രഹസ്യമായി നുഴഞ്ഞ കയറ്റങ്ങളാണ്. ഇതിലൂടെയൊക്കെ ക്രൈസ്തവ വിശ്വാസം ദുഷിപ്പിക്കുക, സഭയെ തളർത്തുക, സഭയിൽ ഭിന്നതയുണ്ടാക്കുക, സഭയിൽ ഡിവിഷൻ ഉണ്ടാക്കുക, നമ്മുടെ യുവജനങ്ങളുടെ ബുദ്ധിയിൽ അന്ധകാരം നിറയ്ക്കുക, അങ്ങനെ സത്യവിശ്വാസത്തിൻ്റെ വെളിച്ചം കെടുത്തിക്കളയുക. ഇതൊക്കെ ടാർഗറ്റുകളെ ദൈവമക്കളെ. ഇതിനൊക്കെ പുറകിൽ പിശാച പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി ചില വ്യക്തികളെ, ചില പ്രസ്ഥാനങ്ങൾ, ചില മുന്നേറ്റങ്ങൾ പിശാച് തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളിൽ. ഇതൊക്കെ അമ്മമാത ശക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ചിന്തിക്കുക, റാണി ചേച്ചിയിലൂടെ വെളിപ്പെട്ട സന്ദേശങ്ങളൊക്കെ എത്ര ശക്തമായ മെസ്സേജുകളായിരുന്നു. നമ്മളതൊക്കെ നേരത്തെ ഒന്ന് കൂടുതൽ ഗവനിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല വിനാശങ്ങളും വിപത്തുകളും മാറിപ്പോകുമായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും കർത്താവിനോടുള്ള സ്നേഹത്തിലും പരസ്പരമുള്ള കൂട്ടായ്മയിലും നമ്മളിനി മന്ദത വരുത്തരുത്. നമ്മൾ അവിടെ നിസ്സാരമായി ലാഘവമായി ഇത് കാണരുത്. അതീവ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ ഇതിനെ നോക്കിക്കാണാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നാളത്തെ ശുശ്രൂഷ എല്ലാവരും പങ്കെടുക്കണം. അപ്പം അതിന് വിളിച്ചതിൽ ഈ 55 ദിവസങ്ങൾ കർത്താവ് ക്രമീകരിച്ചു. ഇതിന് നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ വിശ്വസ്തതയെ ആനന്ദത്തോടെ ആഘോഷിച്ചുകൊണ്ട് 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു കൃതജ്ഞത ആരാധന ശുശ്രൂഷയാണ്. അനേകർ ആവശ്യപ്പെട്ടു. ശ്രദ്ധിക്കണം, നിങ്ങൾ ഓഗസ്റ്റ് മാസം 27-ാം തീയതി, അടുത്ത ഫ്രൈഡേ, വെള്ളിയാഴ്ച, ഇന്ത്യൻ സമയം ഇതേ സമയം 9 മുതൽ 10:30 വരെ, ഓഗസ്റ്റ് 27 മുതൽ ഓഗസ്റ്റ് 31 വരെ 5 ദിവസക്കാലം കർത്താവ് തന്ന നന്മകളെ ഓർത്ത്, അമ്മമാതാരുടെ വെളിപ്പെട്ട സന്ദേശങ്ങളെ ഓർത്ത്, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതിനെ ഓർത്തൊക്കെ നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ വിശ്വസ്തതയെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട്, ആഘോഷിച്ചുകൊണ്ട് നമ്മൾ ഈശോയുടെ മുൻപിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന കൃതജ്ഞത ആരാധന ശുശ്രൂഷ നടത്തുകയാണ്. എല്ലാവരും ഒന്ന് പങ്കെടുക്കണം. ജനലക്ഷങ്ങൾ പങ്കെടുത്ത് നമ്മൾ ഒരു മനസ്സോടെ കർത്താവിനെ നന്ദി പറഞ്ഞ് ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, സഭയിൽ, ലോകം മുഴുവനിലും ആത്മാവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാ സെക്കൻഡ് സാറ്റർഡേയ്സിലും സെപ്റ്റംബർ മാസം മുതൽ എല്ലാം 2-ാം ശനിയാഴ്ചയിലും കാലത്ത് 11 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ 2 മണിക്കൂർ സമയം നമ്മൾ സാർവത്രിക സഭയ്ക്ക് വേണ്ടി, ഭാരത സഭയ്ക്ക് വേണ്ടി, കേരള സഭയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ സഭയ്ക്ക്, തിരുസഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കൃപയുടെ ശുശ്രൂഷ. കം ഹോളി സ്പിരിറ്റ് എന്ന പേരിലാണ് പരിശുദ്ധാത്മാവ് വരിക. എല്ലാ 2-ാം ശനിയാഴ്ചകളിലും കാലത്ത് 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നമ്മളെല്ലാവരും പങ്കെടുത്ത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സഭയിൽ പരിശുദ്ധാത്മ സാന്നിധ്യം പ്രബലപ്പെടും, ശക്തിപ്പെടും, സഭ അതിവേഗം വളരും. സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിയിട്ടുള്ള ഈ രഹസ്യത്തിൽ നുഴഞ്ഞു കയറിയ ഈ അണ്ടർ കവർ ഏജൻസിനെ എല്ലാം പരിശുദ്ധാത്മ ഒന്നെങ്കിൽ മാനസാന്തരപ്പെടുത്തും, അല്ലെങ്കിൽ പിഴുതു കളയും. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സഭ കർത്താവിൻ്റെ മണവാട്ടിയായി, കർത്താവിന് ധീരതയോടെ സാക്ഷ്യം നൽകുന്ന നമ്മൾ ഈ ലോകത്തിൽ പ്രശോഭിതയാകാൻ തിരുസഭയ്ക്ക് വേണ്ടി നമ്മൾ പരിത്യാഗമെടുത്ത്, ത്യാഗമനുഷ്ഠിച്ച് നമ്മൾ സമർപ്പണബോധത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളത് കൃപയായിട്ട് തന്നെ ഏറ്റെടുക്കണം. എല്ലാ മാസവും 13-ാം തീയതി, സെപ്റ്റംബർ മാസം നമ്മളത് ആരംഭിക്കും. എല്ലാ മാസവും 13-ാം തീയതി അമ്മ മാതാവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മരിയൻ ദിനമായി നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ പരിത്യാഗ പ്രാർത്ഥന ശുശ്രൂഷയുടെ ഒരു ഫോളോ അപ്പ് എന്താണ്, ഒരു തുടർച്ചയായിട്ട് എല്ലാ മാസവും നമ്മൾ ഒരുമിച്ച് ഇതുപോലെ തന്നെ 2 മണിക്കൂർ സമയം എല്ലാ മാസവും 13-ാം തീയതി മരിയൻ ദിനമായി അന്ത്യകാല പ്രവാചിക എന്നുള്ള ടൈറ്റിലിൽ ഇന്നലെ റാണി ചേച്ചിക്ക് അമ്മ കൊടുത്ത മെസ്സേജിൽ നമുക്ക് കണ്ടു, ഞാൻ കാലത്തിൻ്റെ അവസാന നാളുകളുടെ പ്രവാചികയാണ്, സ്വർഗീയ ദൗത്യമാണ് അമ്മ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ടൈറ്റിലേക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അന്ത്യകാല പ്രവാചിക. നമ്മുടെ അമ്മയ്ക്ക് എന്തുകൊണ്ട് ആ പേര് അർത്ഥവത്താണ്. ഹല്ലേലൂയ.
അപ്പോൾ അമ്മ മാതാവിനെ അവിടെ കൂട്ടിച്ചേർന്ന് അമ്മയെ കൂട്ടിപ്പിടിച്ച് അമ്മയുടെ വിമല ഹൃദയത്തിന് ശക്തമേറിയ മധ്യസ്ഥതയാൽ ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്ന കൃപയുടെ ദിവസമാണ്. എല്ലാ മാസവും 13-ാം തീയതി. അപ്പോൾ നിങ്ങൾ ആ ദിവസം നിങ്ങൾ ഓർക്കണം. ഇതുപോലെ തന്നെ ഉച്ചയ്ക്ക് 11 മുതൽ 1 മണി വരെ ആയിരിക്കും ശുശ്രൂഷ. ആ ഡേറ്റുകൾ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, അനേകരുടെ പങ്കുവെക്കണം. നമുക്കേറെ പ്രാർത്ഥനയോടെ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അമ്മ മാതാവ് റാണി ചേച്ചിയിലൂടെ നൽകിയ ആ പ്രവചന സന്ദേശങ്ങൾ, ലോകത്തിനുള്ള സഭയ്ക്കുള്ള സന്ദേശങ്ങൾ, വളരെ അതിൻ്റെ അവസാന സമയത്തേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഉത്സാഹത്തോടെ നമുക്ക് ശ്രദ്ധാപൂർവം ആ സന്ദേശങ്ങളെ സ്വീകരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ 2002 ഓഗസ്റ്റ് 22-ന് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം, അവസാനമായി തന്ന പൊതു സന്ദേശമാണ് ശ്രവിക്കാൻ പോകുന്നത്. കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം, അമ്മയുടെ വിളി നമ്മൾക്കൊന്ന് കേൾക്കാം. കുഞ്ഞുമക്കളെ, അമ്മ വിളിക്കുന്നതാ. നമുക്ക് അമ്മയോട് ഉത്തരം കൊടുക്കാം. എന്തോ അമ്മേ, അമ്മേ, മക്കളിവിടെ ഉണ്ട്, അമ്മ ഞങ്ങളോട് സംസാരിക്കണമേ. അമ്മേ, ഞങ്ങളെ യേശുവിൻ്റെ സ്നേഹത്തിൽ വളർത്താൻ അമ്മ എന്തുമാത്രം വേദനിക്കുന്നു അമ്മേ. ആ വേദനയിൽ അല്പം സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയിൽ നിലനിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പൂർവ്വപിതാവായ അബ്രാഹത്തോടും ഞങ്ങളുടെ പിതാക്കന്മാരായ ഇസഹാക്കിനോടും യാക്കോബിനോടും ചേർന്ന് സ്വർഗത്തിൽ അനവരതം ദൈവസ്തുതികൾ ഉയർത്തി ജീവിക്കാൻ ഈ കൊച്ചു ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതിന് ഞങ്ങൾ ശ്രവിക്കുന്ന ദൈവിക ആഹ്വാനങ്ങൾ ഞങ്ങൾക്ക് വെളിച്ചമായി വിരിയട്ടെ. ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ അനുഭവിച്ചത്, ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കട്ടെ. ഈശോയെ അനുഗ്രഹിക്കണേ. മാലാഖമാരെ പ്രാർത്ഥിക്കണേ, കൂട്ടായിരിക്കണേ. വിശുദ്ധാത്മാക്കളെ പ്രാർത്ഥിക്കണേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ കൂടെ ഉണ്ടായിരിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മ തന്ന സന്ദേശത്തിലേക്ക് നമുക്ക് വരാം. എൻ്റെ കുഞ്ഞു മക്കളെ, എൻ്റെ മാതൃത്വപരമായ രാജ്ഞീപദ സ്വീകരണത്തിൻ്റെ അനുസ്മരണയിലായിരിക്കുന്ന നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. 2002-ലാണ് അമ്മ ഈ സന്ദേശം തരുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 22-ന് മാതാവിൻ്റെ രാജ്ഞീപദ തിരുനാളാണ് സഭ ആഘോഷിക്കുന്നത്. ആ ദിവസമാണ് അമ്മ ഈ സന്ദേശം തന്നെ. കരുണയുടെയും സ്നേഹത്തിൻ്റെയും രാജാവ് ഈ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഉരുവായതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും ഈ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. മുന്നറിയിപ്പുകളിലൂടെ, അടയാളങ്ങളിലൂടെ എല്ലാം ഞാൻ നിങ്ങളെ നയിച്ചിട്ടുണ്ട്. അവയൊന്നും ശൂന്യമായി പോകാൻ അനുവദിക്കരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മക്കളെ, അമ്മ ഇതൊക്കെ തന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്നും വെറുതെ ആകരുത് കേട്ടോ. ഫലമുണ്ടാകാൻ മക്കൾ പ്രയത്നിക്കണം. എൻ്റെ പ്രിയ കുഞ്ഞിലൂടെ എഴുതിപ്പിക്കുന്ന അവസാന സന്ദേശമാണിത്. ആത്മീയ പ്രചോദനത്താൽ നയിക്കപ്പെടുമെങ്കിലും ഞാൻ നേരിട്ട് നൽകുന്ന അനുഭവങ്ങളുടെ സമാപന സമയമായി. കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ഈ ലോക ജീവിതത്തിനുള്ള ഉത്തരം തിരുവചനങ്ങളിൽ, ബൈബിളിൽ വേരൂന്നിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന യന്ത്രം സുവിശേഷമാകണം, ബൈബിളാകണം. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന യന്ത്രം, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ദൈവം തന്നെയാണ്. ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഈശോയുടെ വചനങ്ങൾ ഒരു യന്ത്രമാണ് നമ്മളെ നയിക്കേണ്ടത്, നമ്മളെ വിശദീകരിക്കേണ്ടത്, നമ്മെ ചിന്തിപ്പിക്കേണ്ടത്, നമ്മെ നല്ല തീരുമാനങ്ങളിലേക്ക് നയിക്കേണ്ടത്. നമ്മെ നയിക്കുന്ന യന്ത്രം സുവിശേഷമാകണം. ജീവനും രക്ഷയും നിറഞ്ഞ പരിശുദ്ധ നിയമ സമാഹാരം, അതാണ് ബൈബിൾ. വചനം സ്നേഹമാണ് അതിൻ്റെ ഭാഷ, അതിൻ്റെ ഭാഷ സ്നേഹമാണ്. അതിൽ എഴുതപ്പെടാത്തതായി ഒന്നുമില്ല. എന്നെയും നിങ്ങളെയും കുറിച്ച് എഴുതിയിട്ടുണ്ട്. പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതലുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്.
ലോകത്തിന്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇന്നത്തെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം നിയന്ത്രിക്കുന്നവൻ ആരാണെന്ന് എഴുതിയിട്ടുണ്ട്. അവൻ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അവനാണ് വിശുദ്ധ വചനം. ആ വചനത്തിൻ്റെ ഭാഷ സ്നേഹമാണ്. അതിലെഴുതപ്പെടാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒന്നും തന്നെ ആരിൽ നിന്ന് സ്വീകരിക്കേണ്ട. പ്രാർത്ഥിച്ച് വചനമെടുത്ത് പ്രാർത്ഥിക്കുക. എല്ലായിടത്തേക്കും സന്ദേശങ്ങൾക്ക് വേണ്ടി ഓടരുത്. അതൊരു സ്വഭാവമായിട്ട് എടുക്കരുത്. നേരം വെളുത്ത് വൈകുന്നേരം അവള് ഫോണെടുത്ത് പലരെയും വിളിച്ച് ഒരേ കാര്യങ്ങൾ പറഞ്ഞ് പലരിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നവരുണ്ട്. ഞാൻ സന്ദേശങ്ങൾ പറയുന്നവരെയോ സ്വീകരിക്കുന്നവരെയോ ഒരിക്കലും കുറ്റപ്പെടുത്തുന്ന വ്യക്തിയല്ല. നമ്മളിൽ എല്ലാവരിലൂടെയും പരിശുദ്ധാത്മാവ് നല്ല പ്രചോദനങ്ങൾ നൽകും. എന്നാൽ വിശുദ്ധ വചനത്തിൽ എഴുതപ്പെടാത്തതായിട്ട് ഒന്നുമില്ല. ഈശോ നമ്മോട് സംസാരിക്കും ബൈബിളിലൂടെ. കപടതയിലേക്കും കാപട്യത്തിലേക്കും നയിക്കപ്പെടാതെ ജീവന്റെ വചനത്തെ സ്വീകരിക്കുവാൻ തയ്യാറാകുക. മക്കളെ, ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം നിങ്ങൾക്ക് വിലയില്ലാതായി തീരുമ്പോഴാണ് ദൈവത്തെ മാത്രം ലക്ഷ്യം വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുക. അമ്മ പറഞ്ഞു തന്ന എന്താ കാര്യമെന്ന്? ഭൂമിയിലുള്ള വസ്തുക്കൾക്ക് വലിയ വില കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് വിലയില്ലാതെയായി തീരും. ഇതൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാ. പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുത്ത് എപ്പോൾ വേണമെങ്കിലും കുർബാന സ്വീകരിക്കുക ഒരു ക്രിസ്ത്യാനിക്ക് അവകാശമുണ്ടെന്നൊക്കെ പറയും. പക്ഷേ ആ കുർബാനയെ വില വയ്ക്കണമെങ്കിൽ കുർബാനയേക്കാൾ വിലയുള്ളതായി ലോകത്ത് നിന്ന് കിട്ടിയ എന്തെങ്കിലും നിന്നിലുണ്ടെങ്കിൽ അത് മാറ്റണം. നിന്റെ കുടുംബത്തിൽ നിന്ന് മാറ്റണം. കുർബാനയ്ക്ക് പോകാൻ സമയമില്ല, ബാക്കി എല്ലാത്തിനും സമയമുണ്ടെങ്കിൽ കുർബാനയേക്കാൾ വില നീ ബാക്കിയുള്ള എന്തിനോ കൊടുക്കുന്നുണ്ട്. നിന്റെ ക്ഷീണത്തിനോ ഉറക്കത്തിനോ നിന്റെ സുഖത്തിനോ സൗകര്യത്തിനോ നിന്റെ അവിശ്വാസത്തിനോ കൊടുക്കുന്നുണ്ട്. അത് മാറ്റണം. അതിനെ വിലയില്ലാതാക്കണം. ഇത് സാധ്യമാകുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ലോകത്തുള്ളത് വിലയില്ലാതെയാക്കി ദൈവത്തെ മാത്രം ലക്ഷ്യം വയ്ക്കാൻ സാധിച്ചാൽ അത് സാധ്യമാകുന്നവൻ ക്രിസ്ത്യാനിയാണ്, യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്. മക്കളെ, നിങ്ങൾ കുരിശിൻ ചുവട്ടിൽ നിങ്ങൾക്കായി മരിക്കുകയും യേശുവിനായിട്ട് ജനിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. കഞ്ചിക്കോട് ശുശ്രൂഷയുടെ വളരെയധികം അർത്ഥമുള്ളൊരു മെസ്സേജാണിത്. കുരിശിൻ ചുവട്ടിൽ നിങ്ങൾക്കായിട്ട് മരിക്കുക, യേശുവിനായിട്ട് ജനിക്കുക. അനുവദനീയ സഹനങ്ങളുടെ മുൻപിൽ പതറിപ്പോകാതെ നിന്റെ കുരിശിൻ്റെ മുൻപിൽ നിനക്കായിട്ട് നീ മരിച്ചോ, നീ യേശുവിനായിട്ട് ജനിക്കുകയും അനേകാത്മാക്കളെ രക്ഷിക്കുകയും ചെയ്യും. കാലങ്ങളായിട്ട് ഇവിടെ ബുധനാഴ്ചകളിലെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ ദുഃഖരഹസ്യങ്ങൾ അനേക വൈദികർക്ക് വേണ്ടിയാണ് നമ്മൾ കാഴ്ചവെക്കാറുള്ളത്. ഇവിടെ വരുന്ന മക്കളെല്ലാം വൈദികരെ ആത്മീയമായി ദത്തെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സഹനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈ ശുശ്രൂഷയിലൂടെ അനേകർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഞങ്ങൾ അനുഭവിക്കുന്നതും സഹനം വിലയില്ലാതെയായി കളയരുത്. അതിനേക്കാൾ വലിയൊരു ഔഷധം ആത്മാക്കളെ രക്ഷിക്കാനും സ്വയം വിശുദ്ധീകരിക്കാനും ഇല്ല. അതുകൊണ്ട് കുരിശ് വരുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്കായിട്ട് മരിക്കുക. അമ്മ മരിച്ചതുപോലെ അമ്മ മരിച്ചു. അമ്മ ലോകത്തോട് മരിച്ചു തന്നെയാണ് ജീവിച്ചത്. അമ്മ ലോകത്തോട് മരിച്ചിട്ട് അനേക മക്കൾക്ക് ജന്മം നൽകി. അമ്മ മാതൃത്വം സ്വീകരിച്ചതുപോലെ യേശുവിനായിട്ട് ജനിക്കണമെങ്കിൽ, രണ്ടാമതൊരു ജനനം വേണമെങ്കിൽ യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നമുക്കൊരിടമുണ്ടെന്ന് എപ്പോഴും ഓർക്കണം. ആ കുരിശിലേക്ക് കയറാൻ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കും. സ്വർഗത്തിലെ നിക്ഷേപത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കൃപകൾ വർഷിക്കുവാൻ എൻ്റെ തിരുക്കുമാരനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വൈദികർക്കായും സന്യാസ ജീവിതത്തിലൂടെ സമർപ്പണം നടത്തുന്ന എൻ്റെ പ്രിയ പുത്രിമാർക്ക് വേണ്ടിയും ജീവിത അവസാനം വരെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കുറച്ച് ദിവസം പ്രാർത്ഥിച്ച് മടുപ്പ് തോന്നി നിർത്തരുത്. വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ അമ്മ ആരാധനയുടെയും പ്രാശ്ചിത്യത്തിൻ്റെയും അമ്മയാണ്. മക്കളെ, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതവും ദാനവും പരിശുദ്ധ കുർബാനയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിയെന്ന് പറഞ്ഞേ. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതവും ദാനവും ദൈവം തന്നെയായ പരിശുദ്ധ കുർബാനയാണ്. സ്വർഗത്തിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന
ദൈവം തന്നെയായ പരിശുദ്ധ കുർബാനയാണ്. ഹല്ലേലൂയ. ഓരോ ബലിയും ലോകം മുഴുവൻ്റെയും പാപപരിഹാര ബലിയായി സ്വീകരിക്കപ്പെടുകയും മോചനദ്രവ്യമായി എൻ്റെ തിരുക്കുമാരൻ സ്വീകരിക്കുന്നവരിൽ നിറയുകയും ചെയ്യുന്നു. ഓരോ പാപപരിഹാര ബലിയും ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായിട്ടാണ് അർപ്പിക്കപ്പെടുന്നത്. വിശുദ്ധ കുർബാന പാപപരിഹാര ബലിയാണ്. അത് കൃതജ്ഞതയുടെ ബലിയാണ്, അത് കരുണയുടെ ബലിയാണ്, അത് സ്നേഹത്തിൻ്റെ ബലിയാണ്. അവിടെ ബലിവസ്തു നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ആ വിശ്വാസത്തിൽ മോചന ദ്രവ്യമായിട്ട് സ്വീകരിക്കുമ്പോൾ ഈ ലോകം മോചനത്തിലേക്ക് കടന്നു വരും. അത് സ്വീകരിക്കുന്നവരിൽ, ആ വിശ്വാസത്തോടെ ഈശോയെ സ്വീകരിക്കുന്നവരിൽ നിറയുകയും ചെയ്യും. പരിശുദ്ധ ബലിയോടുള്ള വിശ്വസ്തത ഓരോ ബലിയിലും ഏറ്റുപറയുന്ന വ്യക്തിയെയും കുടുംബത്തെയും നാടിനെയും എൻ്റെ തിരുക്കുമാരൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയോടുള്ള വിശ്വസ്തത, പരിശുദ്ധ ബലിയോടുള്ള വിശ്വസ്തത ഏറ്റുപറയുന്ന വ്യക്തിയെ ഈശോ അനുഗ്രഹിക്കും. കുടുംബത്തെ അനുഗ്രഹിക്കും, നാടിനെ അനുഗ്രഹിക്കും, വീടിനെ അനുഗ്രഹിക്കും, സമുദായത്തെ അനുഗ്രഹിക്കും, സഭയെ അനുഗ്രഹിക്കും, ഇടവകയെ അനുഗ്രഹിക്കും. ബലിപീഠങ്ങൾ വിശുദ്ധമാക്കാൻ, ബലിവസ്തുക്കൾ ശുദ്ധമായിരിക്കാൻ, നമ്മുടെ ജീവിത ബലി ശുദ്ധമായിരിക്കാൻ നാം പരിശ്രമിക്കുകയും വിശുദ്ധ ബലിയർപ്പണത്തിന് ഏറ്റവും ഉത്സാഹത്തോടെ ഓടിയണയുകയും വേണം. മക്കളെ, നിങ്ങൾക്ക് ദിവ്യകാരുണ്യം ആവശ്യമുണ്ട്. മക്കളെ, നിങ്ങൾക്ക് ദിവ്യകാരുണ്യം ആവശ്യമുണ്ട്. പഴയ നിയമ പുസ്തകത്തിൽ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? ഏലിയാ പ്രവാചകൻ പേടിച്ചൊരിടത്തു നിന്ന് മറ്റൊരിടത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ, ജസബൽ രാജ്ഞിയെ പേടിച്ച് പോകുമ്പോൾ ഒരു ഗുഹയിൽ അവശനായി കിടക്കുമ്പോൾ ദൈവമായ കർത്താവ് ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ട് ഏലിയായോട് പറഞ്ഞു, ഏലിയാ, നീ ഉണർന്നെഴുന്നേൽക്ക്, നീ അപ്പം ഭക്ഷിക്ക്, നിന്റെ തുടർന്നുള്ള യാത്രയ്ക്ക് നിനക്ക് ആരോഗ്യം വേണ്ടേ, നീ അത് ഭക്ഷിക്ക്. ഏലിയ ദൈവത്തിന്റെ വചനം കേട്ടു, സ്വരം കേട്ടു, ലഭിച്ച അപ്പം ഭക്ഷിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ഏലിയായ്ക്ക് സുഗമമായിരുന്നു. അതേ പ്രിയപ്പെട്ട കുഞ്ഞെ, എന്നെ ശ്രവിക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾക്ക് ദിവ്യകാരുണ്യം ആവശ്യമുണ്ടെന്ന് പരിശുദ്ധ അമ്മ പറയുമ്പോൾ ഈ ആത്മീയ ഭോജനം, ആത്മാവിന്റെ ഭക്ഷണം നമുക്ക് ആവശ്യമുണ്ട്. നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയില് നമുക്ക് വെച്ച് നീട്ടുന്ന ദൈവം തന്നെ യേശു ക്രിസ്തുവിന്റെ ശരീരം ഭക്ഷിക്കാതെ, രക്തം പാനം ചെയ്യാതെ ആത്മീയ ജീവിതം എങ്ങനെ സുഗമമാക്കും? എവിടെ നിന്ന് നമുക്ക് ശക്തി ലഭിക്കും? ആരിൽ നിന്ന് എനിക്ക് സഹായം ലഭിക്കും? അതേ, ഉന്നതത്തിൽ നിന്നുള്ളവൻ മണ്ണിലിറങ്ങി വന്ന് സ്വർഗം ഭൂമിയിൽ സംജാതമാക്കിക്കൊണ്ട് അവിടുന്ന് എനിക്കും നിനക്കും വേണ്ടി അർപ്പിക്കുന്ന ബലിയർപ്പണത്തിൽ പങ്കെടുത്തിട്ട് യേശുവിന്റെ തിരുശരീര രക്തങ്ങള് മോചനദ്രവ്യമായി സ്വീകരിക്കാതെ നിനക്കെങ്ങനെ ആത്മീയ പോഷണം കിട്ടും? ആത്മാവിന് ജീവൻ കിട്ടും? നിന്റെ പാപത്തിന് എങ്ങനെ പരിഹാരം ചെയ്യും? വലിയ വിഴിപ്പുമാണ്ടമായി നീ ജീവിക്കരുത് കുഞ്ഞെ. നീ ഓടിയണങ്ങി ബലിപീഠത്തിനരികെ, ദിവ്യകാരുണ്യത്തിന്റെ അരികിൽ കുറെ സമയം ചിലവഴിക്ക്. കുർബാനയ്ക്ക് മാത്രമല്ല, നീ ഏത് കരിക്കട്ടയാണെങ്കിലും, നിന്റെ ജീവിതം പാപം നിറഞ്ഞ് അഗ്നിയിൽ പരിശുദ്ധാത്മാ അഗ്നിയിൽ ജ്വലിക്കാതെ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും തീക്കട്ടയായ ദൈവം കരിക്കട്ടയെ തീക്കട്ടയാക്കിയിട്ട് മാറ്റും. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നാൽ മതി, ആ ചൂട് നമുക്ക് താനേ ലഭിക്കും. നീ വെറുതെ ഇരുന്നു കൊടുത്താൽ മതി, ദിവ്യകാരുണ്യ ഈശോ നിന്നിൽ നിറയും. കരിക്കട്ടകൾ തീക്കട്ടയായിട്ട് മാറും. തീക്കട്ടകൾ കത്തി ജ്വലിക്കാൻ തുടങ്ങും. തീപ്പന്തങ്ങളായിട്ട് അനേകം മക്കൾ ദിവ്യകാരുണ്യത്തിന്റെ പ്രവാചകരായിട്ട് വിശുദ്ധരെ പോലെ, വിശുദ്ധ കാർലോയെ പോലെയൊക്കെ ഉണരും. യുവജനങ്ങൾ ഉണരും, ശിശുക്കൾ ഉണരും, ദമ്പതികൾ ഉണരും, മാതാപിതാക്കൾ ഉണരും. ദൈവത്തിന്റെ ബലിയിലേക്ക്, യേശുവിന്റെ ബലിയിലേക്ക് കടന്നു വരാതെ, നീയാകുന്ന കരിക്കട്ട തീ പിടിക്കാതെ, തീക്കട്ടയാകാതെ എങ്ങനെ കുഞ്ഞെ, എങ്ങനെ ലോകത്ത് വെളിച്ചം വരും? നീ വെളിച്ചത്തിന്റെ പ്രവാചകനാണ്. നീ ഇരുളിന്റെ പൂജാരിയാകരുത്. വെളിച്ചത്തിന്റെ പ്രവാചക, നിനക്ക് വെളിച്ചം, നിന്നിൽ നിക്ഷേപിച്ച വെളിച്ചം പ്രകാശിപ്പിക്കാനായി ദിവ്യ കാരുണ്യ പ്രകാശത്തിന്റെ മുൻപിലേക്ക് ഓരോ പ്രഭാതത്തിലും
ഓടിയണയേ. നിന്റെ രോഗങ്ങളും പീഡകളും ആദികളും വ്യാധികളും സഹനങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം നിന്റെ കയ്യിലിരിക്കട്ടെ. ആ കരിക്കട്ടകളെ എല്ലാം തീക്കട്ടയാക്കി, തീക്കട്ടകളെല്ലാം തീക്കനലുകളാക്കി, തീക്കനലുകളെല്ലാം കത്തുന്ന പന്തങ്ങളായി, ജീവിക്കുന്ന സാക്ഷ്യമായി യേശുവിലൊന്നായി ജീവിക്കുക, ജീവിക്കുക. ദിവ്യകാരുണ്യ രഹസ്യം പരിശുദ്ധിയോടെ പരികർമ്മം ചെയ്യാൻ വൈദികർ ആവശ്യമുണ്ട്. നീ ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചാൽ കുഞ്ഞെ, ദിവ്യകാരുണ്യം പരികർമ്മം ചെയ്യാൻ നിനക്കൊരു വൈദികൻ വേണ്ടേ? ആ വൈദികന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. മതപീഡനത്തിന്റെ നാഴികകൾ അടുത്തു വരുന്നു കുഞ്ഞെ, പ്രാർത്ഥിക്കുക. നിശബ്ദതയിൽ സഹിച്ച് പൗരോഹിത്യ ജീവിതത്തിന്റെ പവിത്രതയിൽ ജീവിതം ബലിയായി സമർപ്പിച്ച് ജീവിക്കുന്ന എൻ്റെ വൈദികരായ മക്കളെ ഓർത്ത് ഞാൻ ആശ്വസിക്കുന്നു. അമ്മയുടെ ആശ്വാസമാണ്. വൈദികർ അങ്ങനെയും ഉണ്ട്. എല്ലാവരെയും വിരൽ ചൂണ്ടല്ലേ, വൈദികർ അങ്ങനെയും ഉണ്ട്. വിരൽ ചൂണ്ടപ്പെടാൻ കാരണങ്ങളായി വൈദികർക്കും ഈ ആഗ്രഹമുണ്ട്. എന്നാൽ പ്രതികാരത്തിൻ്റെയും ദൈവിക നീതിയുടെയും തുലാസ് തലയ്ക്കു മുകളിൽ തൂക്കി അശുദ്ധിയുടെ തോരണങ്ങളാൽ അലങ്കൃതരായി അബദ്ധ പ്രബോധനങ്ങളിലേക്ക് മനുഷ്യരെ നയിച്ച് ജീവിക്കുന്ന എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു. വഞ്ചന നിറഞ്ഞ ലോകത്ത് ജഡികാസക്തരായി തീരുന്ന മക്കൾ, കാട്ടുമൃഗത്തെ മൃഗീയമായി വലിച്ചു കീറുന്ന മനോഭാവത്തോടെ എൻ്റെ തിരുക്കുമാരൻ്റെ തിരുശരീര രക്തങ്ങൾ പരികർമ്മം ചെയ്യുന്നത് കാണുമ്പോൾ ഹൃദയം പിളർന്ന് ഞാൻ കരയുകയാണ്. ഹല്ലേലൂയ. അമ്മയുടെ ഹൃദയം പിളർക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ബലിയർപ്പകനായിട്ട് ലോകത്തുണ്ടെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നീയാകുന്ന ബലിവസ്തു പകരം കൊടുത്ത് ആ വൈദികരെ നേടാനായിട്ട് നിനക്കും എനിക്കും കടമയുണ്ട്. അതേ, കടമയുണ്ട്. മക്കളെ, സാത്താൻ വിജയിക്കാൻ അനുവദിക്കരുത്. വിശുദ്ധിയുടെ സമർപ്പണത്തെ കാരാഗ്രഹത്തിലാക്കുന്ന നരകസർപ്പം അധികം വൈകാതെ നശിക്കും. എല്ലാ കാലത്തും അവൻ ജയിക്കില്ല. മക്കളെ, ജപമാല ഭക്തിയിലും പരിഹാര കുർബാന സ്വീകരണത്തിലും നിങ്ങൾ തൽപരരാകുവിൻ. സുവിശേഷത്തിൻ്റെ അരൂപിയെ നഷ്ടപ്പെടുത്തി താത്വിക ചിന്തകളും മാനുഷിക ശാസ്ത്രങ്ങളും നിരത്തി ദൈവവചനത്തെ വധിക്കുന്ന ഒരു സമൂഹത്തെ ഒരുക്കുന്നതിൽ സാത്താൻ വിജയിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. മാനുഷിക ശാസ്ത്രങ്ങൾ, താത്വിക ചിന്തകൾ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് അപ്പുറത്തുള്ള ഇവയൊക്കെ നിരത്തിയിട്ട് ഒരു സമൂഹത്തെ ഒരുക്കാൻ പിശാച് നിഗൂഢമായി ലക്ഷ്യം വെച്ചുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കലാ സാഹിത്യം വിദ്യാഭ്യാസം, പല വിദ്യാഭ്യാസ സ്ഥലങ്ങളിലും പലയിടങ്ങളിലും നിർബന്ധിക്കപ്പെട്ടു അത് വിശ്വാസമാണെന്ന് ഏറ്റുപറയുന്ന ഒരു സംഹിതയൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. എവിടെ പോയി ദൈവമെന്ന് ആരും ചോദിക്കേണ്ട. മനുഷ്യ, നീ ചിന്തിക്കുക, നീ എവിടെ നിൽക്കുന്നു എന്ന്. നിന്നെ സൃഷ്ടിച്ചവൻ ആരാണെന്ന് നീ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിന്റെ ബുദ്ധി താത്വികമായി പോകുന്നത്. നിന്റെ ചിന്ത മാനുഷിക ശാസ്ത്രത്തിന്റെ അടിമയായി പോകുന്നത്. ശാസ്ത്രം നല്ലതാണ്, ശാസ്ത്രീയത നല്ലതാണ്, എന്നാൽ അത് ദൈവത്തിൽ നിന്ന് അകന്നിട്ടുള്ളതാണെങ്കിൽ അത് തിന്മയാണ്, അത് നശിപ്പിക്കാനേ സാധിക്കൂ. മനുഷ്യ, നീ മാറേണ്ട കാലമായി. സഭ തൻ്റെ ശുശ്രൂഷകരാൽ നശിപ്പിക്കപ്പെടുന്നു. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്, കുറച്ചും കൂടെ സന്ദേശം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. ബാഹ്യതയിൽ പൂർണ്ണതയെന്ന് തോന്നുമെങ്കിലും അപൂർണതയുടെ നിരത്തിലൂടെ സഭ ഇഴഞ്ഞു നീങ്ങുകയാണ്. മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥിക്കുക. ത്യാഗത്തോടും ധീരതയോടും വിധേയത്വത്തോടും കൂടെ സഭയെ നയിക്കുന്ന പ്രകാശത്തിൻ്റെ മാർപ്പാപ്പ സഭയ്ക്ക് നൽകുന്ന പ്രബോധനങ്ങളാൽ നിങ്ങൾ പ്രബുദ്ധരാകുക. മക്കളെ, എൻ്റെ വിമല ഹൃദയം അഗാധമായ മനോവ്യഥയാൽ നിറഞ്ഞു തുളുമ്പുകയാണ്. വിശ്വാസ പരിത്യാഗം എന്നത്തേക്കാൾ അധികമായി നിങ്ങളെ വേട്ടയാടും. നിർബന്ധത്താൽ മാത്രം ഉപയോഗിക്കുന്ന വസ്തുവായി തീരും ബൈബിൾ. കഠിന പട്ടിണി, അതിശൈത്യം, അമിതമായ ചൂട്, വരൾച്ച ഇവ മൂലം ദശലക്ഷങ്ങൾ മരിച്ചു വീഴും. ദൈവത്തിൻ്റെ ആലയമായ മനുഷ്യന്റെ നാശം ദേവാലയങ്ങൾ നശിപ്പിക്കാൻ കൂടുതലായി അവനെ പ്രേരിപ്പിക്കും.
ഇപ്പോൾ പലയിടങ്ങളിലും ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ട്. മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ദേവാലയങ്ങൾ അത് വെറുതെ ഒരു പ്രഭാതത്തിൽ തോന്നി ചിന്ത കൊണ്ട് സംഭവിക്കുന്നത് ഒന്നുമല്ല. ദൈവത്തിൻ്റെ ആലയമായ ശരീരമായ മനുഷ്യനെ തന്നെ നശിപ്പിച്ചിട്ട് തിന്മയുടെ ചിന്തകൾ അവനിൽ കുടികൊണ്ട് അതിൻ്റെ മൂർത്തിഭാവത്തിലാണ് ദൈവം കുടികൊള്ളുന്ന ദേവാലയങ്ങളെ നശിപ്പിക്കാനായിട്ട് മനുഷ്യന് സാധിക്കുക. ഓർക്കുക പ്രിയപ്പെട്ടവരെ, തിരിയേണ്ടത് മനുഷ്യനിലേക്കും മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുമാണ്. ഭർത്തൃ ഭാര്യ ബന്ധങ്ങളുടെ തകർച്ച ഞാൻ വിവരിക്കേണ്ടല്ലോ. ഡിവോഴ്സ് കേസുകൾ എന്തുമാത്രം കോടതികളിൽ കെട്ടിക്കിടക്കുന്നു. എന്തേ? ഒന്ന് തുമ്മി, ഒന്ന് നോക്കിയില്ല, ഒന്ന് തൊട്ടില്ല, ഇത്രയൊക്കെ ഉള്ളൂ കാരണം. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തുള്ള അശ്ലീലതയുടെ കാരണങ്ങളുമുണ്ട്. ഞാൻ ഒന്നിനെയും ന്യായീകരിക്കുകയല്ല. ഓർക്കുക, ഇതൊക്കെ ഒരു മുന്നാഹ്വാനമാണ്, മുന്നറിയിപ്പുകളാണ്. ആത്മഹത്യ, ശിശുവധം ഇവ വർദ്ധിക്കും. ഭരണകക്ഷികളുടെ വഴക്കും യുദ്ധസന്നാഹങ്ങളും മനുഷ്യജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തും. ആത്മീയ നേതൃത്വം വഹിക്കുന്നവരുടെ ഇടയിലുള്ള ഭിന്നത, വിശ്വാസത്തെ സംബന്ധിച്ച് തർക്കം, അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എന്നല്ല, ദൈവത്തിലേക്ക് തിരിയേ. മാർപ്പാപ്പയുടെ അപ്രമാദിത്വത്തെ അനുസരിക്ക്. ഞാനും അനുസരിക്കണം. എവിടെ തിരിഞ്ഞാലും കർത്താവിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ലോകമേ ഓർക്കുക, നാശത്തിന്റെ പാതയിലാണ് നീ. ഇവ വർദ്ധിക്കുന്നതോടെ സഭയുടെ ശക്തി ക്ഷയിക്കും. ഇതൊക്കെ സാത്താന്റെ വ്യാമോഹങ്ങളാണ്. പരിശുദ്ധമ്മ ഓർമ്മിപ്പിക്കുക, മക്കളെ, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് പ്രവർത്തിച്ചോ കേട്ടോ. മാധ്യമങ്ങൾ ജഡത്തെക്കാൾ ഉപരി ആത്മാവിനെ നശിപ്പിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത്രയും 2 മെസ്സേജിലും നമ്മളിവിടെ അത് പറഞ്ഞു. കല ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ? എന്തിനുപയോഗിക്കുന്നു? ജീവിപ്പിക്കാനോ? അത് മരിക്കാനോ? എന്ത് കഥയിൽ തന്നെ നിൽക്കുന്നു, ജീവിതത്തിലേക്ക് വരുന്നില്ലല്ലോ. അത് ജഡത്തിനല്ലേ ഉപകരിക്കുന്നുള്ളൂ. മാധ്യമങ്ങൾ, മാനുഷിക ബുദ്ധിയിൽ ഉടലെടുത്ത മാധ്യമങ്ങൾ ജഡത്തെക്കാൾ ഉപരി ആത്മാവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനി, നീയെങ്കിലും ഇത് തിരിച്ചറിഞ്ഞെങ്കിൽ നീ അതിന് പ്രതിരൂപമായി അഭിനയിക്കുകയില്ലായിരുന്നു. നീ അഭിനയിക്കുകയല്ല, നീ ജീവിക്കുകയാണ് സാത്താന്റെ സന്തതിയായിട്ട്. അരുത്. നിന്റെ അമ്മ, സ്വർഗത്തിലെ അമ്മ, സ്വർഗത്തിന്റെ കണ്ണുനീർ നിന്നെ ബോധ്യപ്പെടുത്തി തരുന്നു. ലൈംഗിക ദാഹം മനുഷ്യന്റെ മനുഷ്യത്വത്തെ നശിപ്പിക്കും. നമ്മൾ നേരത്തെ അത് ധ്യാനിച്ചതാണ്. ദൈവത്തെയും ദൈവിക നിയമങ്ങളെയും നിരാകരിക്കുക മനുഷ്യ ജീവിതത്തിലെ ഒരു പൊതുജീവിത ശൈലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവം എന്തിന്? ദൈവിക നിയമങ്ങൾ എന്തിന്? ഈ നിയമങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ പാപത്തെ തിരിച്ചറിയുന്നത്. അതിനെ നിരാകരിക്കാമെന്ന് പിശാച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പരസ്പരം കുറ്റപ്പെടുത്തുന്ന ആത്മീയ ശുശ്രൂഷകരുടെ എണ്ണം വർദ്ധിക്കും. ഹല്ലേലൂയ. വർദ്ധിക്കും എന്നല്ല, വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അമ്മ ഇത് പറയുമ്പോൾ ഉണ്ടായിരിക്കാം, അമ്മ വീണ്ടും പറയാ ഇനിയും വർദ്ധിക്കുമെന്ന്. ഭിഷകരന്മാർക്ക് സുഖപ്പെടുത്താൻ കഴിയാത്ത രോഗങ്ങളാൽ മനുഷ്യർ വീർപ്പുമുട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പല ഡോക്ടേഴ്സിന്റെ അടുത്തും രോഗമായിട്ട് പോകുമ്പോൾ പലതും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ചികിത്സാവിധി നിർണയിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ദിനവും അനേക മക്കളുടെ ഫോണിലൂടെയുള്ള ഈ അവസ്ഥ കേട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ മാത്രമല്ല, അനേക ശുശ്രൂഷാലയങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഭിഷകരന്മാർക്ക് സുഖപ്പെടുത്താൻ കഴിയാത്ത രോഗങ്ങളാൽ മനുഷ്യർ വീർപ്പുമുട്ടും. അമ്മ ഇതിനു മുൻപ് പറഞ്ഞില്ലേ, ദശലക്ഷങ്ങൾ മരിച്ചു വീഴും. എത്രയോ 40 ലക്ഷത്തിന് മേലെ ഇപ്പോൾ മനുഷ്യർ ഒരൊറ്റ വൈറസ് കാരണം മരിച്ചു വീണു. ഇതൊക്കെ നമുക്ക് മുന്നറിയിപ്പാണ്. ശിലോഹായിൽ ഗോപുരം വീണു. അവിടെ മരിച്ച മക്കൾ പാപികളായതുകൊണ്ട് അല്ല, നമുക്കൊരു അടയാളമായിട്ടാണ് അത് സംഭവിച്ചത്. അതുപോലെ നമ്മൾ ഇതെല്ലാം അടയാളമായിട്ട് സ്വീകരിക്കണം. ബോംബ് സ്ഫോടനങ്ങൾ, യുദ്ധസന്നാഹങ്ങൾ, കൊല, കവർച്ച ഇവയിലൂടെ മനുഷ്യന്റെ ക്രൂരതയുടെ മുഖം തെളിയും. സാമ്പത്തിക നഷ്ടം, ഉപഭോഗ വസ്തുക്കളുടെ വിലയിടിവ് ഇവ കുടുംബങ്ങളെയും രാഷ്ട്രങ്ങളെയും ബാധിക്കും. മനുഷ്യന്റെ പാപഭാരം താങ്ങുന്ന ഭൂമി പ്രകോപിതയാകും. ഇതിനു മുന്നിലുള്ള സന്ദേശത്തിൽ അമ്മ പറഞ്ഞു, ഭൂമി വിറകൊള്ളുന്നത്, ഭൂചലനുണ്ടാകുന്നത് ശാസ്ത്രം മാത്രം പറയുന്ന കാര്യങ്ങളല്ല. അവിടെ ഒരു ആത്മീയ ശാസ്ത്രമുണ്ട്. ദൈവം സൃഷ്ടിച്ച മക്കളുടെ പാപം കൊണ്ട് ഈ ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നില്ല പാപഭാരം.
ഭൂമിയുടെ അടിസ്ഥാനം ഇളകി വിറയ്ക്കുന്നു. പലയിടങ്ങളിലും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. പ്രപഞ്ചത്തിലൂടെ സാത്താൻ സ്വാധീനം ചെലുത്തും. യൂറോപ്യൻ നാടുകളിലെ വഷളത്വങ്ങൾ ദൈവകോപം ചോദിച്ചു വാങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നീ ഞങ്ങളെ ശിക്ഷിച്ചോ എന്ന് പറയുന്ന വഷളത്വങ്ങളാണ് പല യൂറോപ്യൻ കൺട്രികളിലും നടക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. ഞാൻ വിവരിക്കുന്നില്ല, ലോകത്തല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നേ, നമുക്കറിയാമത്. മക്കളെ, ഇതെല്ലാം ഈ അമ്മ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്തിരിയുവിൻ മക്കളെ, പിന്തിരിയുവിൻ. പ്രലോഭനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന സന്തോഷത്തെ ഒഴിവാക്കി പാപത്തെ വെറുത്തു വിട്ടകലുവിൻ. നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ മുറിവേറ്റ എൻ്റെ തിരുക്കുമാരൻ്റെ മുഖശോഭ ദർശിക്കുവിൻ. ഇതിനൊക്കെ അടിമകളായി മുറിവേറ്റ് ജീവിക്കുന്ന അനേക മക്കളുണ്ട്. അവരിൽ കർത്താവിനെ കാണ്. അവരിലുമുണ്ടൊരു ഈശോ. ഈശോ പീഡ സഹിച്ച് വീഴുന്നൊരു ഈശോയുണ്ട്. അവരെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. നമുക്ക് സാധിക്കുന്ന നന്മകൾ ചെയ്യേ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യേ. ദൈവം നൽകിയ സുബോധത്തെ നഷ്ടപ്പെടുത്തുന്ന മദ്യത്തിലും മയക്കുമരുന്നിലും നിന്ന് ഓടിയകലുവിൻ. സുബോധത്തെ നഷ്ടപ്പെടുത്തുന്ന, ദൈവം തന്ന സുബോധം, അതിനെ നഷ്ടപ്പെടുത്തുന്ന മദ്യത്തിലും മയക്കുമരുന്നിൽ നിന്ന് ഓടിയകലുവിൻ. നിരാശയുടെയും ദുഃഖത്തിൻ്റെയും നടുവിലാണെങ്കിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. മദ്യപിക്കാൻ പോകണ്ടെന്നേ. മദ്യപിച്ചിട്ട് നിന്റെ സുബോധം നഷ്ടപ്പെടുകയുള്ളൂ, നിന്റെ ദുഃഖം മാറിപ്പോകില്ല. കർത്താവിൻ്റെ അരികിലേക്ക് വന്നാൽ ദുഃഖം മാറി നിനക്ക് സന്തോഷം കിട്ടും. അങ്ങനെ ദൈവീക സന്തോഷത്താൽ നിന്റെ ബോധം സുബോധമുള്ളതായി തീരും. സർവശക്തന്റെ രക്ഷാകര ശക്തി നിങ്ങളിൽ നിറയുന്നതിനായി ഈ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സകലതും സമർപ്പിക്കുവിൻ. ദൈവത്തിൻ്റെ കരുണയെ അളക്കുന്ന മനുഷ്യൻ ശുദ്ധീകരണത്തിൻ്റെ നാളുകൾ നേരിടേണ്ടതുണ്ട്. മഹാദുരിതത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും ഈ കാലയളവിൽ മക്കളെ, ഈ അമ്മയോടൊപ്പം മുന്നേറുക. മക്കളെ, ഇത് വെളിപാടിൻ്റെ പൂർത്തീകരണ കാലഘട്ടമാണ്. ഫാത്തിമയിലെ 3-ാം പ്രവചനത്തിൻ്റെ പൂർത്തീകരണ കാലവുമാണ്. ഹല്ലേലൂയ. ഞാനത് വിവരിക്കുന്നില്ല. നമ്മൾ 40 ദിവസം കഴിഞ്ഞ് ഈ ദിവസങ്ങളിലെല്ലാം ഫാത്തിമയിലെ അമ്മ പറഞ്ഞു കൊടുത്ത പരിഹാര പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട്. നമ്മളത് ആകാറുണ്ടോ? ആകണമേ. വിശ്വാസമില്ലാത്തൊരു വ്യക്തിക്ക് വിശ്വാസത്തിൻ്റെ ദീപമായിട്ട്, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് പകരമായിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആ വ്യക്തിയെ ആരാധനയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട്, പ്രത്യാശയില്ലാതെ ആത്മഹത്യയിലേക്കും മറ്റു പാപങ്ങളിലേക്കും പോകുന്നവരെ പ്രത്യാശയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് വിശ്വസിപ്പിച്ച്, സ്നേഹിച്ച്, പ്രത്യാശ കൊടുത്ത് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തിയായിട്ട് മാറണം നീ. അതായിരിക്കണം നിന്റെ പ്രാർത്ഥന. എൻ്റെ ശത്രുവിൻ്റെ കാൽച്ചുവട്ടിൽ അമർന്നു കഴിയുന്ന മനുഷ്യമക്കളുടെ പാപത്തിനായിട്ട് നിങ്ങൾ പ്രായശ്ചിത്തം അനുഷ്ഠിക്കൂ. പിശാചിൻ്റെ കാൽച്ചുവട്ടിൽ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യാത്മാവിനെയെങ്കിലും നേടിയെടുക്കാൻ പ്രായശ്ചിത്തം ചെയ്യേ. കഷ്ടപ്പാടിൻ്റെ കാഠിന്യം, അതിൻ്റെ തികവിൽ മനുഷ്യൻ അനുഭവിച്ചറിയുന്നു. ദൈവിക കാരുണ്യത്തിൻ്റെ ഇടപെടൽ കൂടാതെ ഈ ക്ലേശങ്ങളിൽ നിന്ന് മോചനം ലഭിക്കില്ല. ഞാനിവിടെ നൽകിയ സന്ദേശങ്ങളെ സ്വീകരിക്കുന്നവരെയും തിരസ്കരിക്കുന്നവരെയും ഞാൻ സ്നേഹിക്കുന്നു. ആര് തിരസ്കരിച്ചാലും സ്വീകരിച്ചാലും അമ്മയ്ക്ക് സ്നേഹമാണ്. മക്കളെ, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുക. നിർവചിക്കാൻ സാധിക്കാത്ത ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെയും നിങ്ങൾക്ക് മുന്നേറി വിജയിക്കേണ്ടി വരും. മുന്തിരിച്ചെടിയിലെ ഇത്തിൽ കണ്ണികളെ നീക്കാൻ നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമുണ്ട്, അമ്മയ്ക്ക് ആവശ്യമുണ്ട്. ഈ ഭവനത്തിലുള്ളവരെ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് നയിച്ച എല്ലാവരെയും ഈ കുഞ്ഞുമക്കളുടെ സഹനത്തിൽ സന്തോഷിച്ച് ഞാൻ ആശീർവദിക്കുന്നു. അമ്മ ആശീർവദിക്കുന്നു. ആ വിശുദ്ധീകരണമാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റാണി ഇവിടെ നിന്ന് ഇതൊക്കെ പറയുമ്പോൾ റാണിയുടെ ജീവിതത്തിൽ സ്വർഗീയമായ അനുഭവങ്ങൾ മാത്രമല്ല കേട്ടോ, അത് സ്വർഗീയമാക്കാനായിട്ട് എന്നെ സഹായിച്ച അനേകർ ഈ ലോകത്തുണ്ട്. എന്നെ ആ വഴിയിലേക്ക് പിടിച്ചു നടത്തിയ, സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് പിടിച്ചു നടത്തിയ അവഗണനകളും തിരസ്കരണങ്ങളും നിന്ദനങ്ങളും അപമാനങ്ങളും ദൈവം അനുവദിച്ച രോഗാവസ്ഥകളും വേദനകളും സഹനങ്ങളും കടിഞ്ഞാണില്ലാതെ ഇഷ്ടം പോലെ ഞാനതിൽ അഭിമാനിക്കുന്നു. കാരണം ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ സ്വന്തമാക്കാൻ
ഉരച്ചുരച്ച് മുത്തുച്ചിപ്പിയായിട്ട് എന്നെ രൂപപ്പെടുത്തിയെടുക്കാൻ, എൻ്റെ ജീവിത പങ്കാളിയെ രൂപപ്പെടുത്തിയെടുക്കാൻ, കർത്താവിൻ്റെ ചങ്കിലെ ശുശ്രൂഷയായ കഞ്ചിക്കോട് ശുശ്രൂഷയെ രൂപപ്പെടുത്തിയെടുക്കാൻ സഹിച്ചോ കുഞ്ഞേ എന്ന് പറഞ്ഞ് ഇരുണ്ട രാത്രികളും മരുഭൂമിയുടെ അനുഭവങ്ങളും രോഗത്തിന്റെ പീഡനങ്ങളും മനുഷ്യരുടെ അവഗണനകളും നൽകിയത് കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ സ്വരത്തിൽ, ഈ കൃപയിൽ നിങ്ങളോട്, ലോകത്തോട് സംസാരിക്കാൻ റാണിക്ക് സാധിക്കുന്നത്. ഞാൻ കർത്താവിന്റെ സ്വന്തമാണ്. ആർക്കും അതിൽ നിന്ന് ഒരു ശക്തിക്കും, ഒരു യുക്തിക്കും, ഒരു വ്യക്തിക്കും, ഒരു ലോകത്തിനും മാറ്റാൻ പറ്റില്ല. ഞാൻ കർത്താവിൻ്റെതാണ്. നിങ്ങളും ചങ്കിൽ കരം വെച്ച് കരമുയർത്തി പറയണമേ, ഞങ്ങളും കർത്താവിൻ്റെതാണ്. അതെ, നമ്മൾ കർത്താവിൻ്റെതാണ്. കരിക്കട്ടകളെ തീക്കട്ടകളാക്കുന്ന ദിവ്യകാരുണ്യൻ നാഥന്റെ സ്വന്തമാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു ആവേശത്തിൽ പറഞ്ഞതൊന്നുമല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ 2 ആഴ്ച കാലത്തിന് ഉള്ളിൽ ലഭിച്ച സഹനങ്ങളും വേദനകളും എൻ്റെ കാൽച്ചുവട്ടിൽ തീ കനലായിട്ട് ഇപ്പോൾ പൊരിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നെ പിടിച്ചു നിർത്തുന്നത് മുറിവേറ്റവന്റെ കരമാണ്. എന്നെ പിടിച്ചു നിർത്തുന്നത് മുറിയപ്പെട്ടെൻ്റെ കർത്താവിൻ്റെ ചങ്കിലെ ചോരയാണ്. അവൻ എനിക്ക് വേണ്ടി ചിന്തിയ മാംസരക്തങ്ങളുടെ ബലമാണ്. എന്നെ അവനിലേക്ക് നോക്കാൻ പഠിപ്പിച്ച എളിമയുള്ള അമ്മയുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ്. ഈ ഭവനത്തിലുള്ളവരെ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് നയിച്ച എല്ലാവരെയും ഈ കുഞ്ഞുമക്കളുടെ സഹനത്തിൽ സന്തോഷിച്ച് ഞാൻ ആശീർവദിക്കുന്നു. സഹനത്തിൻ്റെ പാരമ്യത്തിൽ പിളർക്കപ്പെട്ട എൻ്റെ തിരുക്കുമാരൻ്റെ ഹൃദയത്തിൽ നിന്നും പ്രവഹിക്കുന്ന കരുണയാൽ ലോകം മുഴുവനും നിറയാനുള്ള ഈ മക്കളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ഏറെ വിലയുള്ളതായി തീരുന്നു. സമയത്തിൻ്റെ തികവിൽ അടയാളങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ, പരിമള നിറവിലൂടെ, അഭിഷേകമായി, സന്ദേശങ്ങളിലൂടെ എല്ലാം എൻ്റെ തിരുക്കുമാരൻ്റെ കാരുണ്യത്താൽ, മാതൃസ്നേഹത്താൽ നയിക്കപ്പെട്ട ശുശ്രൂഷയുടെ ദൈവിക വെളിപ്പെടുത്തലുകളും നിങ്ങൾ സ്വീകരിക്കണം. മാനുഷിക പദ്ധതികളെയും കണക്കുകൂട്ടലുകളെയും അതിലംഘിക്കുന്ന ദൈവിക രഹസ്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക, സ്നേഹിക്കുക. അനേകം ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വാദങ്ങൾക്കും ഇത് കാരണമാകും. മക്കളെ, നിങ്ങൾ ഭയപ്പെടരുത്. അന്ധകാരത്തിൽ പ്രകാശമായി നിലകൊള്ളുക. നിരന്തരം പ്രാർത്ഥിക്കുക. എണ്ണത്തിൽ കുറഞ്ഞാലും ഇവിടെ നിന്നുയരുന്ന സഹന കുസുമങ്ങളുടെ സൗരഭ്യം അനേകം പാപികളുടെ മാനസാന്തരത്തിന് കാരണമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണുപോയ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉയർച്ചയ്ക്ക് അത് കാരണമാകും. ഹല്ലേലൂയ. അത് മതി നമുക്ക്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുക. എളിമ പരിപൂർണതയുടെ അടിസ്ഥാന കല്ലാണ്. എന്തൊക്കെ ഉണ്ടായാലും എളിമയില്ലെങ്കിൽ പരിപൂർണത വരില്ല നമുക്ക്. നമ്മൾ ആരാണെന്ന് പറഞ്ഞാലും എളിമയോടെ ജീവിക്കുക. എളിമ പരിപൂർണതയുടെ അടിസ്ഥാന കല്ലാണ്. നിങ്ങളെ എളിമപ്പെടുത്താൻ ആഗ്രഹിക്കുകയും എളിമപ്പെടുത്തുന്നവരെ അനുഗ്രഹിക്കുകയും വേണം. ശപിക്കരുത്. നമ്മളെ എളിമപ്പെടുത്തുന്നവരെ അനുഗ്രഹിക്കണം. അതിനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം എളിമപ്പെടുത്താൻ. സ്വർഗീയ സിംഹാസനങ്ങൾ നിർമ്മിക്കാൻ അത് ആവശ്യമാണ്. വെറുതെ ഒന്നും സ്വർഗത്തിൽ ഒരു സിംഹാസനം നമുക്ക് വേണ്ടി ഉണ്ടാകില്ല. ഈ ലോകത്തായിരിക്കുമ്പോൾ എളിമപ്പെട്ട് മറ്റുള്ളവർ കുറ്റം പറയുമ്പോഴും സാരമില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും എളിമപ്പെടുത്തിയാലും സാരമില്ല. എളിമപ്പെട്. അതാണ് പരിപൂർണതയുടെ അടിസ്ഥാന ശില. അങ്ങനെ ഒരു ബേസിക് സ്റ്റോൺ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് സിംഹാസനം കെട്ടിപ്പടുക്കാൻ പറ്റുക? സ്വർഗീയ സിംഹാസനം നിർമ്മിക്കാൻ അത് ആവശ്യമാണ്. പ്രലോഭനങ്ങളിൽ വിജയം വരിച്ച് നിങ്ങളെ തേടിയെത്തുന്ന സഹനങ്ങളെ ഭയപ്പെടാതെ സ്വീകരിച്ച് സഹനത്തിൻ്റെ രത്നക്കല്ലുകൾ പതിച്ച കിരീടത്തിന് അവകാശികളാകുക. സന്ദേശത്തിൻ്റെ അവസാന ഭാഗമായി അമ്മ പറയുന്നു, മക്കളെ, നിങ്ങൾക്കൊരു കിരീടമുണ്ട്. നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സിംഹാസനമുണ്ട്. അവിടെ നിങ്ങൾ ഇരുത്തണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾ പാലിക്കണം. എന്നിട്ട് ഭയപ്പെടുത്തുമൊന്നുമല്ല, ആ കിരീടത്തിൽ രത്നക്കല്ലുകൾ പതിപ്പിക്കണമെങ്കിൽ സഹനത്തിന് പറ്റൂ. സഹനം
വിശുദ്ധ അൽഫോൻസമ്മ സഹിച്ചതുപോലെ, വിശുദ്ധാത്മാക്കൾ സഹിച്ചതുപോലെ, നമ്മുടെ കർത്താവ് സഹിച്ചതുപോലെ, പരിശുദ്ധ അമ്മ സഹിച്ചതുപോലെ സഹിച്ച് 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 വിശുദ്ധീകരിക്കപ്പെട്ട് നമുക്കൊരു രത്നക്കല്ല് നമ്മുടെ കിരീടത്തിൽ പതിപ്പിക്കാനുള്ള യോഗ്യത നേടിയെടുക്കണം. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വരുന്ന നമ്മുടെ പൊന്നു കർത്താവിനെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായി നമ്മുടെ ഈശോയെ നമുക്ക് ആരാധിക്കാൻ സാധിക്കുന്ന എല്ലാ ദൈവമക്കളും മുട്ടുകുത്തി ഇപ്പം പരിത്യാഗത്തോടെ സഹനരൂപിയിൽ നിറഞ്ഞ് കരങ്ങൾ യാചനാപൂർവ്വം ഈശോയുടെ മുമ്പിൽ നീട്ടിപ്പിടിച്ച് അൾത്താരയിലേക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് കരങ്ങൾ തുറന്നു പിടിച്ച് നമ്മൾ ഒരുമിച്ച് ഈശോയെ ആരാധിക്കുന്നു. ആരാധന 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 ഈശോയേ, നമ്മൾ ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ആരാധന, ഞങ്ങളൊന്ന് ചേർന്ന് ആരാധിക്കുന്നു കർത്താവേ. അമ്മ മാതാവിനോട് ചേർന്ന് ശൗസേ പിതാവിനോടൊപ്പം ആരാധന ആരാധന കർത്താവേ, ആരാധന ആരാധന കർത്താവേ. വിശുദ്ധാത്മാക്കളോട് ചേർന്ന് മുഖ്യദൂതരോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്നു. കൃപ ഒഴുകട്ടെ, കൃപ നിറയട്ടെ സഭ മുഴുവനിലേക്ക്, എല്ലാ കുടുംബങ്ങളിലേക്ക്, എല്ലാ കൂട്ടായ്മകളിലേക്ക്, സമർപ്പിത ഭവനങ്ങളിലേക്ക്, കർത്താവിന്റെ മിനിസ്ട്രികളിലേക്ക്. കർത്താവെ കൃപ ഒഴുക്കണമേ, കൃപ ഒഴുക്കണമേ. ലോകരാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് കൃപ ഒഴുക്കണമേ. ഈശോ കരമുയർത്തി കരമുയർത്തി ചങ്കുപൊട്ടി ഒരു മനസ്സോടെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു. ഈശോയെ ഈശോയെ ഈശോയെ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നിച്ച് വിളിക്കുന്നു കർത്താവേ. കരുണ ചൊരിയണമേ, കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ. അനേകം ആത്മാക്കളിലേക്ക്, അസംഖ്യം ആത്മാക്കളിലേക്ക് കൃപ ചൊരിയണമേ. മാനസാന്തരത്തിന് കൃപ, അനുതാപത്തിന് കൃപ ലോകം മുഴുവനിലേക്ക് വ്യാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്നേഹത്തോടെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഈ പരിത്യാഗ പ്രാർത്ഥന ശുശ്രൂഷയുടെ 54-ാം ദിനത്തിലേക്ക് പരിശുദ്ധാത്മാ നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ 54-ാം ദിനത്തിലെ പ്രത്യേക പ്രാർത്ഥന നിയോഗം നമുക്കറിയാം. രഹസ്യത്തിൽ നുഴഞ്ഞു കയറി നശിപ്പിക്കുന്ന ആത്മാക്കള്, ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കള്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അണ്ടർ കവർ ഏജൻസ്, മറഞ്ഞിരുന്ന് തങ്ങളുടെ തന്ത്രങ്ങളും സ്വാർത്ഥതകളും ടാർഗറ്റുകളും നടപ്പിലാക്കുന്നവർ. അത് സഭയിലാകാം, കുടുംബങ്ങളിലാകാം, കർത്താവിൻ്റെ കൂട്ടായ്മകളിൽ മിനിസ്ട്രികളിലുമാകാം, ലോകരാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളിലാകാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള തിന്മ നിറഞ്ഞ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മാനസാന്തരത്തിന് കൃപ ഒഴുകണം, അനുതാപ കൃപ ഒഴുകണം. അവരറിയുന്നില്ല, സുബോധം നഷ്ടപ്പെട്ട് പിശാച് തൻ്റെ ഇഷ്ട നിർവഹണത്തിനായി ഇപ്രകാരമുള്ള ആത്മാക്കളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അനൈക്യമുണ്ടാക്കാൻ, ഭിന്നതയുണ്ടാക്കാൻ, ആത്മാവിന് നാശം വരുത്താൻ, കൂട്ടായ്മ തകർക്കാൻ, അതുപോലെ തന്നെ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയാൻ, വിളിയും ദൗത്യത്തിൽ നിന്നും മാറിപ്പോകാൻ പിശാച് തെരഞ്ഞെടുത്ത അവന്റെ ചില ഏജന്റുമാരെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കേരള സഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് സീറോ മലബാർ സിനഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനഡ് പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ കൂട്ടായ്മകൾക്ക് വേണ്ടി, സമർപ്പിത ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ വചനത്തിലൂടെ കണ്ടു, ദൈവദൂതന്റെ ആ പ്രകാശ വേഷം കെട്ടി പിശാച് പലപ്പോഴും കടന്നു വരുന്നു. പല വേഷം കെട്ടലുകളും അത് മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുകയാണ്. വചനപ്രഘോഷകന്റെ, ആത്മീയ ശുശ്രൂഷകന്റെ, വന്യവൈദികന്റെ, ബഹുമാനപ്പെട്ട സമർപ്പിതയുടെ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ, സ്നേഹിക്കുന്ന, കരുതുന്ന
ഒരുപാട് താലോലിക്കുന്ന, കെയർ ചെയ്യുന്ന ആ റോളിലും ഭാവത്തിലും വേഷത്തിലൊക്കെ ഇതുപോലെയുള്ള ആത്മാക്കൾ കടന്നു വരും. അവിടെ ലക്ഷ്യം നശിപ്പിക്കലാണ്, അവിടെ ലക്ഷ്യം തകർക്കലാണ്, അവിടെ ലക്ഷ്യം തളർത്തലാണ്, അവിടെ ലക്ഷ്യം അവിടെ വിഭാഗതി ഉണ്ടാക്കലാണ്, ഭിന്നത ഉണ്ടാക്കുക, അനൈക്യം ഉണ്ടാക്കുക, ആ കൂട്ടായ്മ, ആ പ്രസ്ഥാനത്തെ നശിപ്പിക്കുക. ഇത്തരത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി കർത്താവിന്റെ കരുണ ഒഴുകുവാൻ, കർത്താവിന്റെ കൃപ ഒഴുകുവാൻ ലോകം മുഴുവനിലും ഇതിൽ തീവ്രവാദ സ്വഭാവമുള്ള ആത്മാക്കളുണ്ട്, നിരീശ്വര യുക്തിവാദികളുടെ ആത്മാക്കളുണ്ട്, പല സെക്റ്റുകള് സഭയുടെ സത്യവിശ്വാസം വിട്ടുകളഞ്ഞ് വചനത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന പല സെക്റ്റുകളുണ്ട്. ഈ സെക്റ്റുകളിലുള്ളവർക്ക് ഇതുപോലെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, സഭയിലും സഭയുടെ കൂട്ടായ്മകളിലൊക്കെ. നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ തീയായി ആത്മാവ് ഇറങ്ങട്ടെ, ദൈവത്തിന്റെ കാറ്റായി ആത്മാവ് ആഞ്ഞടിക്കട്ടെ, ദൈവ കരുണയായി വ്യാപരിക്കട്ടെ, ദൈവ കൃപയായി നിറഞ്ഞൊഴുകട്ടെ. കരമുയർത്തി ഇത്തരത്തിലുള്ള ആത്മാക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി, അനുതാപത്തിന് വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ചങ്ക് പൊട്ടി വിളിക്കുന്നു. യേശുവേ, ഈശോയെ, 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 കരുണ 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 ചൊരിയണമേ. പൈശാചിക കെട്ടുപൊട്ടട്ടെ, ഈ വൈശാചിക വിട്ടൊഴിഞ്ഞു പോകട്ടെ, മാനസാന്തരം ഉണ്ടാകട്ടെ, അനുതാപം ഉണ്ടാകട്ടെ. രഹസ്യമായി നുഴഞ്ഞു കയറി തങ്ങളുടെ സ്വാർത്ഥതകളെ, തന്ത്രങ്ങൾ നടപ്പിലാക്കുന്ന ഇത്തരത്തിലുള്ള ആത്മാക്കളിലേക്ക് കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക, സ്നേഹത്തോടെ വിളിക്കുക, കൈ ഉയർത്തി വിളിച്ച്, കരമുയർത്തി വിളിച്ച്, ചങ്കുപൊട്ടി വിളിച്ച്, ഈശോയെ സ്തുതിക്കുന്നു. തിരുസഭയെ പരിരക്ഷിക്കണമേ, കുടുംബങ്ങളെ പരിരക്ഷിക്കണമേ. കർത്താവിന്റെ മിനിസ്ട്രികൾ പരീക്ഷിക്കപ്പെടട്ടെ, കർത്താവിന്റെ ശുശ്രൂഷകൾ പരീക്ഷിക്കപ്പെടട്ടെ. ഈശോയെ, 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 നന്ദി, നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. തകർന്നു പോകട്ടെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, വർഗീയ പ്രസ്ഥാനങ്ങൾ, നിരീശ്വര പ്രസ്ഥാനങ്ങൾ, സത്യവിശ്വാസം നഷ്ടപ്പെടുത്തിയ സെക്റ്റുകൾ, കൾട്ട് ഗ്രൂപ്പുകൾ, പുരോഗമന ചിന്തകൾ, സെക്യുലറിസം ചിന്തകൾ, ഹ്യൂമാനിറ്റിസം, റിലേറ്റിവിസം, ഇതിലെല്ലാം ദൈവക്കരുണ ഒഴുകട്ടെ. ന്യൂ ഏജ് മൂവ്മെന്റുകള്, അങ്ങനെയുള്ള മുന്നേറ്റങ്ങള് കർത്താവേ കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ. വ്യാജപ്രബോധകരെ, കള്ളപ്രവാചകരെ കർത്താവേ കരുണ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ടെററിസ്റ്റ് സ്വഭാവമുള്ളവരിലേക്ക് കരുണ ഒഴുകട്ടെ. ഈശോ, ക്രൈസ്തവ വിശ്വാസം ദുഷിപ്പിക്കുന്ന ആത്മാക്കളിലേക്ക് കരുണ ഒഴുകട്ടെ. ക്രൈസ്തവ നാമങ്ങളെ, ക്രൈസ്തവ സഭയെ, ക്രൈസ്തവ സമുദായത്തെ തകർക്കുവാൻ, ദുർബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന സകല വ്യക്തികളിലും പ്രസ്ഥാനങ്ങളിലും ദൈവത്തിന്റെ കരുണ ഒഴുകട്ടെ. ഈശോ, 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 ഈശോ. കരമുയർത്തിന് 3 പ്രാവശ്യം ഉച്ചത്തിൽ നിന്ന് വിളിച്ച് ഈശോ എന്ന് വിളിച്ച്, ഈശോ, ഈശോ, ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ 54 ദിവസങ്ങൾ വിശ്വസ്തയോടെ ഈ പ്രാർത്ഥന, പരിത്യാഗ ശുശ്രൂഷയെ പരിപാലിച്ച് വഴി നടത്തിയ കർത്താവിന് നന്ദി പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓഗസ്റ്റ് മാസം, ഈ മാസം 27 മുതൽ ഓഗസ്റ്റ് 31 വരെ എല്ലാ ദിവസവും രാത്രി 9 മുതൽ 10 വരെ 5 ദിവസക്കാലം നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തതയെ ആനന്ദത്തോടെ ആഘോഷിച്ച് നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയാണ്. ഈ പരിത്യാഗ ശുശ്രൂഷയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ, നന്മകൾ, ബോധ്യങ്ങൾ കർത്താവ് തന്നു. ഇതിനൊക്കെ ഒരുമിച്ച് നന്ദി പറയാൻ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓഗസ്റ്റ് 27 മുതൽ 31 വരെ നടക്കുന്ന 5 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ആ കൃതജ്ഞത ആരാധന ശുശ്രൂഷ, റിജോയ്സ് ആൻഡ് സെലിബ്രേറ്റ്, ഈ ശുശ്രൂഷയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, സെപ്റ്റംബർ 1 മുതൽ 8 വരെ അമ്മ മാതാവിൻ്റെ 8 നോമ്പ് തിരുനാളോട് ബന്ധപ്പെട്ട് മിസ്പ 4 എന്ന പേരിൽ, നമുക്കറിയാം കഴിഞ്ഞ 8 നോമ്പിലാണ് മിസ്പ 1 ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ്റെ ആത്മീയ നേതൃത്വ കൂട്ടായ്മയിൽ ഈ വർഷം അതിൻ്റെ മിസ്പ 4 സത്യവിശ്വാസത്തിന് അടിത്തറയിൽ ദൈവജനത്തെ ഒന്നിച്ചു കൂട്ടി ധീരതയോടെ സത്യത്തിന് സാക്ഷ്യം നൽകുന്ന മിസ്പ ശുശ്രൂഷകൾ ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ തന്നെയായിരിക്കും അത് നേതൃത്വം കൊടുക്കും. മറ്റ് വന്യ വൈദികരും അതുപോലെ തന്നെ മറ്റ് വ്യക്തികളും സമുദായ നേതാക്കളൊക്കെ അതിൽ പങ്കെടുക്കുന്നു. അത് നമ്മുടെ സമുദായത്തിന്, നമ്മുടെ സഭയ്ക്കും നമ്മുടെ കൂട്ടായ്മയ്ക്കൊക്കെ അനുഗ്രഹമായിട്ട് മാറാൻ, ഇതുപോലെ അണ്ടർ കവർ ഏജൻസിനെ തിരിച്ചറിയാൻ,
രഹസ്യമായി നുഴഞ്ഞു കയറി സഭയെ നശിപ്പിക്കുന്ന, നമ്മുടെ കൂട്ടായ്മകളെ താറുമാറാക്കുന്ന ഇത്തരത്തിലുള്ള ആത്മാക്കളെ, പ്രവർത്തനങ്ങളെ, ശൈലികളെ തിരിച്ചറിയുക, ഒരു തിരിച്ചറിവിൻ്റെ ബോധത്തിലേക്ക് നമ്മെ നയിക്കുന്ന ശുശ്രൂഷയാണ് മിസ്ബാ ശുശ്രൂഷ. സെപ്റ്റംബർ 1 മുതൽ 8 വരെ നമുക്ക് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം എല്ലാ സെക്കൻഡ് സാറ്റർഡേയ്സിലും നടത്തുന്ന തിരുസഭ കം ഹോളി സ്പിരിറ്റ് സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ശുശ്രൂഷകൾ എല്ലാ മാസവും 13-ാം തീയതി ആരംഭിക്കുന്ന അമ്മ മാതാവിനോട് ചേർന്ന് ഈ ശുശ്രൂഷയുടെ ഫോളോ അപ്പായി നമ്മൾ നടത്തുന്ന അന്ത്യകാല പ്രവാചിക എന്നുള്ള പേരിൽ ഉള്ള ആ മരിയൻ ദിനം, ആ അമ്മ മാതാവിനോട് ചേർന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങൾ വലതുകർ ഉയർത്തിപ്പിടിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഷക്കേന, നിങ്ങൾ ഈ ന്യൂസിന് വേണ്ടി, ഈ ചാനൽ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരി സഹോദരൻ എല്ലാ DTH പ്ലാറ്റ്ഫോമുകളിൽ, എയർടെൽ, ടാറ്റ സ്കൈ, വീഡിയോകോൺ, ഡിഷ് TV, ഇതിലെല്ലാം സൺ ഡയറക്റ്റ്, ഇതിലൊക്കെ വരണം. അങ്ങനെ ജനലക്ഷങ്ങൾക്ക് ഇനിയും ഈ ഷക്കേന ന്യൂസിൻ്റെ ശുശ്രൂഷ ലഭ്യമാകാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ചങ്ക് കൊടുത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കണം, പരിശ്രമിക്കണം. നിങ്ങൾ ഈ ചാനൽ അനേകർക്ക് ഡിമാൻഡ് ചെയ്യണം. ഇപ്പോഴുള്ള കേബിൾ നെറ്റ്വർക്കുകൾ ഫ്രീ ആണ്. ACV, കേരള വിഷൻ, ഡെൻ TV, ഭൂമിക, ഇത് നടത്തുന്നവർക്കൊക്കെ വേണ്ടി നമുക്ക് നന്ദിയോടെ പ്രാർത്ഥിക്കാം. അവരുടെ നല്ല മനസ്സ്, അവരുടെ ഹൃദയത്തുറവിയോർത്ത് നന്ദി പറയാം. നാളത്തെ ശുശ്രൂഷ ലൈവായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട റാണി ചേച്ചി ഷക്കേന ഈ ന്യൂസിലേക്ക്, ഇവിടുത്തെ ഈ സ്റ്റുഡിയോയിലേക്ക് ചേച്ചി വരികയാണ്. ആ കർത്താവ് അനുവദിച്ചാണ് വരുന്നത്. ആത്മീയപിതാവായ നമ്മുടെ ബഹുമാനപ്പെട്ട അബ്രഹാം കടിയച്ചൻ, പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ശുശ്രൂഷയാണ്. നമുക്ക് ഒരുമിച്ച് അനേകായിരങ്ങൾ, 14 ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന കൃപയുടെ ശുശ്രൂഷയായിട്ടത് മാറാൻ ഈ ശുശ്രൂഷ സംവിധാനങ്ങളെല്ലാം നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അമ്മ മാതാ വഴി പരിശുദ്ധത്വത്തിനെ സമർപ്പിച്ച് വലതുകരം ഉയർത്തി നമ്മൾ ഒരുമിച്ച് ഇതിന്മേലെല്ലാം ദൈവശക്തി ഇറങ്ങുവാൻ, ദൈവകൃപ വെളിപ്പെടുവാൻ, പരിശുദ്ധാത്മനെ കാറ്റടിക്കുവാൻ, പരിശുദ്ധാത്മ തീ കത്തുവാൻ നമ്മൾ ഒരുമിച്ചൊരു കൂട്ടായ്മയായി, ഒരു കുടുംബമായി വിളിക്കുന്നു. യേശുവേ, ഈശോയെ, 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 കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. മുട്ടുകുത്തി സാധിക്കുന്ന എല്ലാ മക്കളും സാഷ്ടാംഗം പ്രണമിച്ച് നിലത്ത് നമ്മുടെ ശിരസ് നമിച്ച് ഫാത്തിമയിൽ മാലാഖ പഠിപ്പിച്ച മാപ്പപേക്ഷ പ്രാർത്ഥന ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ലോകം നടമാടുന്ന എല്ലാ അതിക്രമങ്ങളിൽ ദൈവകരുണ ഒഴുകപ്പെടാൻ നമുക്ക് വലിയ സ്നേഹത്തോടെ ഈ മാപ്പപേക്ഷ പ്രാർത്ഥന ചൊല്ലാം. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങിൽ പ്രത്യാശയർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങേ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങിൽ പ്രത്യാശയർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി അപ്പോൾ സ്വരമുയർത്തി എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, ഞാൻ അവിടത്തോട് ലോകത്തിനു വേണ്ടി, ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം സാധിക്കുന്നവരെ സാഷ്ടാംഗം പ്രണമിച്ച് കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. നമ്മുടെ കൂട്ടായ്മകളെ, സമർപ്പിത സമൂഹങ്ങളെ, തിരുസഭയെ ആശീർവദിക്കും. ലോകത്തെ ആശീർവദിക്കുന്ന സമയം കർത്താവ് നൽകുന്ന ഈ ആശീർവാദം ഈ തലങ്ങളിലേക്കെല്ലാം സ്വീകരിച്ച് നന്ദിയോടെ, സ്നേഹത്തോടെ കർത്താവിന്റെ നാമം വിളിച്ച്
സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കൃപ ഒഴുക്കണമേ. അനേക കുടുംബങ്ങളിൽ, അസംഖ്യം ആത്മാക്കളിൽ രഹസ്യമായി നുഴഞ്ഞു കയറി നശിപ്പിക്കുന്ന തിന്മ നിറഞ്ഞ ഈ ആത്മാക്കളിലെല്ലാം അനുതാപവും മാനസാന്തരവും കൃപ ഒഴുകട്ടെ. ആശീർവദിക്കണം കർത്താവേ. പൈശാചിക പിട വിട്ടൊഴിയട്ടെ, പൈശാചിക കെട്ടുകൾ പൊട്ടട്ടെ, നാരിക കെട്ടുകൾ പൊട്ടട്ടെ, തിന്മയുടെ അരൂപികൾ നിർവീര്യമാകട്ടെ. കർത്താവേ, സഭയെ പരിരക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ കുടുംബങ്ങളെ പരിരക്ഷിക്കണമേ. അങ്ങയുടെ സമർപ്പിത ഭവനങ്ങളെ പരിരക്ഷിക്കണമേ. കർത്താവേ, അവിടുത്തെ മിനിസ്ട്രികളെ പരിരക്ഷിക്കണമേ. ലോകം മുഴുവനെയും അവിടുത്തെ പ്രൊട്ടക്ട് ചെയ്യണമേ. തീവ്രവാദത്തിൽ നിന്ന്, നിരീക്ഷണത്തിൽ നിന്ന്, വിശ്വാസത്യാഗത്തിൽ നിന്ന്, ജഡിക പാപത്തിൽ നിന്ന്, എല്ലാ ആക്രമണങ്ങളിൽ നിന്നും ലോക ജനതയെ കർത്താവേ പരിരക്ഷിക്കണമേ. ഈശോ, 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 ഈശോ. സ്തുതിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്കേ നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്കേ നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്കേ സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9461178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകസുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.